സഹോദരന്മാരെ, ക്രിസ്തുവിൽ സ്നേഹവന്ദനം. നമ്മുടെ ബൈബിൾ സ്റ്റഡിയുടെ 5-ാമത്തെ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ ചിന്തിച്ച കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഈ ബൈബിൾ സ്റ്റഡിയിൽ സ്ഥിരമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരെയും ഞാൻ ക്രിസ്തുവിന്റെ നാമത്തിൽ വളരെ അഭിനന്ദിക്കുന്നു. കാരണം നിങ്ങൾ ഇത്രയും ടൈം എടുത്ത് ഈ സമയത്ത് ഡയറക്റ്റ് ആയിട്ട് ബൈബിൾ സ്റ്റഡി അറ്റൻഡ് ചെയ്യാനായിട്ട് റെഗുലറായിട്ട് വരുന്നത് യഥാർത്ഥത്തിൽ വലിയൊരു കാര്യമാണ്. കാരണം നിങ്ങൾ ദൈവവചനം പഠിക്കാനായിട്ടുള്ള നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹത്തെയാണ് അത് കാണിക്കുന്നത്. എനിക്ക് പലപ്പോഴും ഒരു ചെറിയ ഗ്രൂപ്പ് ആണെങ്കിൽ പോലും സ്ഥിരമായിട്ട് ദൈവവചനം സീരിയസ് ആയിട്ട് പഠിക്കുകയും അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനായിട്ട് താല്പര്യമുള്ള ഒരു ഗ്രൂപ്പിന്റെ അടുത്ത് സംസാരിക്കാനായിട്ടാണ് താല്പര്യം. ഒരുപാട് ആൾക്കാർ ഉള്ളിടത്ത് ഈ ഒരു പ്രസംഗം പ്രസംഗിക്കുന്നതിനൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ദൈവവചനം തുടർച്ചയായിട്ട് എടുക്കാനായിട്ട് പ്ലാൻ ചെയ്തത്. ഇന്ന് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ചിന്തിച്ചത് ദൈവവചനത്തിലെ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു ദൈവസഭയെ പറ്റിയുള്ള ദൈവത്തിന്റെ ഹൃദയത്തിലെ പിക്ചർ, അത് പുതിയ നിയമത്തിൽ ചില അലങ്കാരങ്ങൾ കൂടി കർത്താവ് പറഞ്ഞിരിക്കുന്നതാണ്. ചില മെറ്റഫോർസ് കൂടി ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹം വെളിപ്പെടുത്തുന്നുണ്ട്. അന്നേരം അതാണ് നമ്മുടെ ആദ്യത്തെ 3 ക്ലാസ്സുകൾ നമ്മൾ ചിന്തിച്ചത്. ദൈവസഭ എന്ന് പറയുന്നത് ജീവനുള്ള കല്ലുകളായിട്ടുള്ള വിശ്വാസികൾ ചേർന്ന ഒരു ടെമ്പിളാണ്. അതുപോലെ തന്നെ ജീവനുള്ള അവയവങ്ങളായ വിശ്വാസികൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ശരീരമാണ്. അതുപോലെ തന്നെ ജീവനുള്ള ഗോതമ്പ് പൂണികൾ ഒരുമിച്ച് പൊടിഞ്ഞു ചേർന്ന് അപ്പമായി തീർന്നതാണ് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത് യഥാർത്ഥത്തിൽ യേശുക്രിസ്തു ക്രൂശിൽ എന്ത് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന് ക്രൂശിലെ അക്കംപ്ലിഷ് ചെയ്ത ആ വർക്കിൽ കൂടി എങ്ങനെയാണ് ഒരു വ്യക്തി ജീവനുള്ള കല്ലും ജീവനുള്ള അവയവവും ആ ജീവനുള്ള ഗോതമ്പ് പൂണി ആയിത്തീരുന്നത്. അതിനുവേണ്ടി കർത്താവ് ക്രൂശിൽ എന്ത് ചെയ്തു എന്നുള്ളതാണ്. അതൊരു ഷോർട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, യേശുക്രിസ്തു ക്രൂശിൽ നമ്മുടെ പാപ സ്വഭാവം ഏറ്റെടുത്തുകൊണ്ട് മരിക്കുകയും അങ്ങനെ നമ്മളെ പാപത്തിൽ നിന്ന് സ്വതന്ത്രരാക്കുകയും പിന്നീട് കർത്താവിന് അതുവഴി നമ്മുടെ ഉള്ളിൽ വന്ന് വസിച്ചുകൊണ്ട് നമ്മളെ കർത്താവിന്റെ മന്ദിരമായും കർത്താവിന്റെ ജീവനുള്ള കല്ലായിട്ടും ജീവനുള്ള അവയവമായും മാറ്റുകയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഞാനിത് പല പ്രാവശ്യമായിട്ട് പല ക്ലാസ്സുകളിലായിട്ട് ഇതിനു മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാണെങ്കിലും പലർക്കും അത് ആദ്യമായിട്ടാണ് ചില കാര്യങ്ങൾ കേൾക്കുന്നതെന്ന് ചിലർ പറഞ്ഞു. അതുപോലെ തന്നെ പല സംശയങ്ങളും പലരും ഈ കഴിഞ്ഞ ആഴ്ചയിലെ ക്ലാസ്സുകൾ കഴിഞ്ഞതിന് ശേഷം ചോദിച്ചു. അപ്പോൾ അതിന്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, ഇത് പൊതുവെ പ്രീച്ച് ചെയ്യപ്പെടുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ പലയിടത്തും ഇത് കേട്ടിട്ടില്ലാത്തതുകൊണ്ട് ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാർക്ക് ഇത് കൂടുതൽ ക്ലാരിറ്റി ആവശ്യമുണ്ട്, ഇല്ലെങ്കിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഒരു എക്സ്ട്രാ ക്ലാസ് പോലെ ഞാൻ സത്യത്തിൽ ഇന്ന് തൊട്ട് ദൈവസഭയുടെ ഒരു പ്രാക്ടിക്കൽ ആസ്പെക്റ്റിലേക്ക് കടക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ ഒരു ഫൗണ്ടേഷൻ നമ്മൾ പ്രോപ്പറായിട്ട് ഇട്ടിട്ടില്ലെങ്കിൽ നമുക്ക് മുമ്പോട്ട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിൽ അർത്ഥമില്ല. എന്തായാലും ഞാൻ ഇത് ഒന്നുകൂടി എംഫസൈസ് ചെയ്തിട്ട് കുറച്ചുകൂടി ക്ലിയർ ആക്കാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. കാരണം ഇങ്ങനെ പല സംശയങ്ങൾ വന്നു. അതിന്റെ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലർക്കും പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യവും പാപത്തിന് മേലുള്ള വിജയവും തമ്മിലുള്ള വ്യത്യാസം പോലും ആദ്യമായിട്ടാണ് പലരും കേൾക്കുന്നത്. ഇതുവരെ പലരും കേട്ടിട്ടില്ല. പിന്നെ ഫ്രീഡം ഫ്രം സിൻ ആൻഡ് വിക്ടറി ഓവർ സിൻ, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം തന്നെ അറിയത്തില്ല. ഇതൊരു പുതിയൊരു സംഭവമല്ല. ഞാൻ അത് അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരെ താഴ്ത്തി കാണുന്നില്ല. കാരണം അത് നാച്ചുറലാണ് അങ്ങനെ ഒരു ചോദ്യം വരാനായിട്ടുള്ള ഉള്ള ഒരു പോസിബിലിറ്റി. കാരണം എന്ന് വെച്ചാൽ, ഞാൻ വർഷങ്ങളായി ഈ വിക്ടറി ഓവർ സിൻ എന്നുള്ള സബ്ജക്റ്റ് തുടർച്ചയായി പഠിപ്പിക്കുന്ന ഒരു സഭയിൽ കുറച്ച് നാൾ മുമ്പ് പോയി. അവർ വർഷങ്ങളായി ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്നതിനെ പറ്റിയും പാപത്തിന്മേലുള്ള വിജയത്തിനെ പറ്റിയും ഒക്കെ തുടർച്ചയായിട്ട് പഠിപ്പിക്കുന്ന ഒരു സഭയാണ്. അവിടുത്തെ എൽഡേഴ്സിനൊക്കെ അതാണ് അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള മെസ്സേജ്. പക്ഷെ ഞാൻ ഈ കാര്യത്തിനെ പറ്റി പറഞ്ഞതിന് ശേഷം അവിടുത്തെ ഒരു എൽഡർ എൻ്റെ അടുത്ത് പറയുകയാണ്, അദ്ദേഹം ആദ്യമായിട്ടാണ് വിക്ടറിയും ഫ്രീഡവും തമ്മിലുള്ള വ്യത്യാസം ബൈബിളിൽ നിന്ന് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ കേൾക്കുന്നത്. ഇത്ര വർഷങ്ങളായിട്ട് വിക്ടറി ഓവർ സിൻ പഠിപ്പിക്കുന്ന ഒരു സഭയിലെ വ്യക്തികൾക്ക് ഫ്രീഡം ഫ്രം സിൻ എന്താണെന്നുള്ളത് അറിയത്തില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ഇതൊരു മലയാളത്തിലെ വാക്കുകളിൽ തന്നെ, ഇല്ലെങ്കിൽ ഇംഗ്ലീഷിലെ ഒരു നോർമൽ വാക്കുകളിൽ തന്നെ ഈ 2 വാക്കുകളും രണ്ട് വ്യത്യസ്തമാണല്ലോ. എന്നിട്ട് ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് മനസ്സിലാവാതെ പോയത്? അന്നേരം ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു സ്വാഭാവികമായിട്ടും പലർക്കും ഈ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് ഇത് ആദ്യമേ കേൾക്കുമ്പോൾ പലർക്കും ഒരു ക്ലാരിറ്റി ഇല്ലായ്മ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ഒന്നുകൂടി എംഫസൈസ് ചെയ്ത് ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഞാൻ ചില എക്സാമ്പിൾസുകൾ കൂടി ഇത് പറയാനായിട്ട് ശ്രമിക്കാൻ. കാരണം ഞാൻ ദൈവവചനം പഠിപ്പിക്കുമ്പോൾ പലപ്പോഴും എക്സാമ്പിൾസ് എടുക്കാറില്ല. കാരണം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവവചനത്തിലെ സത്യങ്ങൾ, പല സത്യങ്ങളും ഉദാഹരണങ്ങൾ കൊണ്ട് വിശദീകരിക്കാൻ കഴിയാത്തത്ര ഡീപ്പാണ്. ഉദാഹരണങ്ങൾ എപ്പോഴും ലിമിറ്റേഷൻ ഉണ്ട്. പലപ്പോഴും ഈ ഉദാഹരണങ്ങൾ നമ്മൾ പറയുന്നത് ഒരു ദൈവവചനത്തിലെ ഒരു സത്യത്തെ ലളിതമായിട്ട് വിശദീകരിച്ചു കൊടുക്കാനായിട്ടാണ്.
എന്നാൽ ആ ഉദാഹരണം എപ്പോഴും പര്യാപ്തമായിരിക്കില്ല. മാത്രമല്ല, കേൾക്കുന്ന ആൾക്കാർ ഈ സത്യത്തിനേക്കാൾ കൂടുതൽ ഈ ഉദാഹരണമായിരിക്കും പിന്നീട് ഓർത്തിരിക്കുന്നത്. പിന്നെ ഈ ഉദാഹരണം വഴിയായിരിക്കും പിന്നീട് ഇവർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഉദാഹരണങ്ങൾ പലപ്പോഴും ഉപയോഗിക്കാത്തത്. എങ്കിലും മനസ്സിലാക്കാനായിട്ട് ചില കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞ് മുമ്പോട്ട് പോകാം. നമ്മൾ കഴിഞ്ഞ ആദ്യത്തെ ക്ലാസ്സുകളിലെല്ലാം ചിന്തിച്ചു, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ ഒരു ഇൻസ്ട്രുമെന്റ് എന്നുള്ള രീതിയിലാണ്. ഇൻസ്ട്രുമെന്റ് എന്നുള്ളത് ഞാനൊരു ലിമിറ്റഡ് സെൻസിലാണ് പറയുന്നത്. ദൈവം മനുഷ്യനെ വെറും ഒരു ഇൻസ്ട്രുമെന്റ് എന്നുള്ള രീതിയിലല്ല സൃഷ്ടിച്ചത്. പക്ഷേ റോമാലേഖനത്തിലേക്ക് വരുമ്പോഴേക്കും പൗലോസ് ആ വീണ്ടെടുക്കപ്പെട്ട മനുഷ്യൻ, അല്ലെങ്കിൽ പാപത്തിൽ നിന്ന് സ്വതന്ത്രനായ മനുഷ്യന്റെ അടുത്ത് ദൈവത്തിന് ഇൻസ്ട്രുമെന്റ് പോലെ നിങ്ങളുടെ ശരീരത്തെ സമർപ്പിക്കാൻ പറയുന്നുണ്ട്. അന്നേരം ഒരു ഇൻസ്ട്രുമെന്റ് എന്ന നിലയിലാണ് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. അപ്പോൾ ആ ഇൻസ്ട്രുമെന്റിന് ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ ഉണ്ട്. അതിന് ചില പാർട്സുകളുണ്ട് നമ്മൾ സാധാരണ ഒരു ഇൻസ്ട്രുമെന്റിനെ പറ്റി ചിന്തിക്കുമ്പോൾ. അന്നേരം മനുഷ്യൻ എന്നുള്ള ആ ഇൻസ്ട്രുമെന്റിന് ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ അവന് 3 പാർട്ട് ഉണ്ടായിരുന്നു നമ്മൾ ചിന്തിച്ചു. അവന് ശരീരമുണ്ട്, അവന് ദേഹിയുണ്ട്, അതുപോലെ തന്നെ അവന് മനുഷ്യാത്മാവുമുണ്ട്. ദൈവമാണ് ഈ ഇൻസ്ട്രുമെന്റിന്റെ മാനുഫാക്ചർ. അതായത് ആ മാനുഫാക്ചർ ആയിട്ടുള്ള ദൈവം ഈ മനുഷ്യനെ നിയന്ത്രിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ആത്മാവിൽ കൂടി മനുഷ്യന്റെ ദേഹത്തെയും നിയന്ത്രിക്കാം. നമ്മൾ കുറച്ചുകൂടി ഇത് വിശദമാക്കി കഴിഞ്ഞാൽ ഈ മനുഷ്യന്റെ ശരീരത്തെ തന്നെ, അല്ലെങ്കിൽ മനുഷ്യനെ തന്നെ ഒരു ഹാർഡ്വെയർ ആയിട്ടും സോഫ്റ്റ്വെയർ ആയിട്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒരു ഇൻസ്ട്രുമെന്റിൽ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഉണ്ടാവുമല്ലോ, നമുക്ക് മനസ്സിലാവുന്ന രീതി. അതായത് മനുഷ്യന്റെ ശരീരത്തെ ഒരു ഹാർഡ്വെയർ എന്ന രീതിയിലും മനുഷ്യന്റെ ദേഹിയെ ഒരു സോഫ്റ്റ്വെയർ എന്ന രീതിയിലും ചിന്തിക്കാം. അന്നേരം ദൈവം ഈ സോഫ്റ്റ്വെയറിലേക്ക് കമാൻഡുകൾ കൊടുക്കുകയും ആ കമാൻഡ് ശരീരം ഇല്ലെങ്കിൽ ഹാർഡ്വെയർ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തുകൊണ്ടിരുന്നത്. ഇതിന് ഈ ഹാർഡ്വെയർ അല്ലെങ്കിൽ മനുഷ്യൻ എന്നുള്ള ഈ മെഷീൻ വർക്ക് ചെയ്യാനായിട്ട് ദൈവം ഒരു അടിസ്ഥാനപരമായിട്ടുള്ള പ്രിൻസിപ്പിൾ പറഞ്ഞു. ഇതൊക്കെ ഞാൻ വിശദീകരിക്കുന്നില്ല. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ തന്നെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ വേറെ രീതിയിൽ പറഞ്ഞു മാത്രമേ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം എന്നുള്ള ആ പവർ സോഴ്സുമായി എപ്പോഴും കണക്റ്റഡ് ആയിരുന്നെങ്കിൽ മാത്രമേ ദൈവത്തിന് ഈ കമാൻഡുകൾ ഈ സോഫ്റ്റ്വെയറിലേക്ക് കൊടുക്കുകയും മനുഷ്യന്റെ ഹാർഡ്വെയർ അല്ലെങ്കിൽ മനുഷ്യന്റെ ശരീരം അതിനനുസരിച്ച് വർക്ക് ചെയ്യുകയും ചെയ്യുള്ളൂ. ഈ പവർ സോഴ്സിൽ നിന്നും എപ്പോൾ ഡിസ്കണക്റ്റഡ് ആവുന്നു അപ്പോൾ തന്നെ മനുഷ്യൻ ഡിസ്ഫങ്ഷനിലാവും, അല്ലെങ്കിൽ മരിക്കും എന്ന് പറയും. ഇപ്പൊ നമ്മളൊരു ലൈറ്റ് പവർ സോഴ്സിൽ നിന്ന് ഡിസ്കണക്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആ ലൈറ്റ് ചത്തും നമ്മൾ പറയും, ഒരു സിംബോളിക് ലാംഗ്വേജ്. അതുപോലെ തന്നെ മനുഷ്യന്റെ അടുത്ത് പറയാണ്, ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിൽ നിന്നും ആ കണക്ഷനിൽ നിന്നും എപ്പോൾ നീ സെപ്പറേറ്റ് ആവുന്നു അതോടുകൂടി നീ മരിക്കും, നിനക്ക് ഫംഗ്ഷൻ ചെയ്യാൻ കഴിയത്തില്ല. അന്നേരം അത് തന്നെയാണ് സംഭവിച്ചത് ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യൻ ദൈവവുമായിട്ടുള്ള ഡിസ്കണക്ഷനിലേക്ക് വരുമ്പോൾ. അതിനു മുമ്പ് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ദൈവവുമായിട്ടുള്ള കണക്ഷനിലായിരുന്നപ്പോൾ മനുഷ്യൻ ഫംഗ്ഷനിലായിരുന്നു, മനുഷ്യൻ പ്രോപ്പർലി ഫംഗ്ഷനിലായിരുന്നു. ദൈവം മനുഷ്യനെ എന്തിനു വേണ്ടിയിട്ടുണ്ടോ ഉണ്ടാക്കിയോ ആ ഒരു ഫംഗ്ഷൻ മനുഷ്യൻ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നു. ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത് ശരിക്കും ദൈവത്തിന്റെ തേജസ്സിനെ വെളിപ്പെടുത്താനായിട്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല, ബേസിക് കാര്യങ്ങളിലേക്ക് മാത്രമാണ് പോകുന്നത്. മാൻ വാസ് ഫംഗ്ഷനിങ് നോർമലി. മനുഷ്യൻ നോർമലായിട്ട് ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ദൈവം മനുഷ്യനെ നോക്കിയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്, വെരി ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് നോർമൽ. നമ്മളുടെ കാര്യം മനസ്സിലാക്കണം, ശരിക്കും ആത്മാവിന്റെ നിയന്ത്രണത്തിൽ ഒരു മനുഷ്യൻ പാപത്തിൽ നിന്ന് സ്വതന്ത്രനായി പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ വന്ന് അവൻ ഫംഗ്ഷൻ ചെയ്യുമ്പോൾ അവൻ നോർമൽ ആവുകയാണ് ചെയ്യുന്നത്, അവൻ അബ്നോർമൽ ആവുകയല്ല. പരിശുദ്ധാത്മ നിറവ് എന്നൊക്കെ പറയുന്നത് പലരും ചിന്തിക്കുന്നത് എന്തോ ഒരു അബ്നോർമാലിറ്റി ആണെന്നാണ്. അങ്ങനെയല്ല, മനുഷ്യൻ നോർമൽ ആവണം. മനുഷ്യൻ എല്ലാ കാര്യത്തിലും ഒരു നോർമാലിറ്റിയിലേക്ക് വരികയാണ് യഥാർത്ഥത്തിൽ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഒരുവൻ നിയന്ത്രിക്കപ്പെടും. അങ്ങനെയായിരുന്നു അതിന്റെ ഒറിജിനൽ പർപ്പസ്. ഞാൻ ഈ ഒറിജിനൽ കാര്യം പറയുന്നത് നമ്മൾ എപ്പോഴും റെസ്റ്റോർ ചെയ്യപ്പെടുന്ന ആ ഒറിജിനൽ ഫംഗ്ഷനിലേക്കാണ്. അന്നേരം മനുഷ്യൻ നോർമലി ഫംഗ്ഷൻ ചെയ്യുമ്പോൾ ദൈവം മനുഷ്യനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, യെസ് ഇറ്റ് ഈസ് വെരി ഗുഡ്. ജെനസിസ് ചാപ്റ്റർ 1:31, ഉൽപ്പത്തി പുസ്തകം 1:31 ദൈവം മനുഷ്യനെ നോക്കിയിട്ട് പറയുന്നുണ്ട് വളരെ നല്ലത് എന്ന് പറയുന്നുണ്ട്. അന്നേരം ആ ഒരു രീതിയിലായിരുന്നു ദൈവം മനുഷ്യനുമായിട്ട് ഇടപെട്ടുകൊണ്ടിരുന്നു, മനുഷ്യൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ മനുഷ്യൻ ദൈവത്തിൽ നിന്നും റിപ്പന്റ് ചെയ്ത്, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ചിന്തിച്ചു പോലെ ദൈവത്തിൽ നിന്ന് തിരിഞ്ഞതോടുകൂടി ആ കണക്ഷൻ വേർപെടുകയും മനുഷ്യൻ മരിക്കുകയും ചെയ്തു. ആ മെഷീൻ ഡിസ്ഫങ്ഷണലായി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. മനുഷ്യൻ വർക്ക് ചെയ്യാതായി. എന്നാൽ അവിടെ കൊണ്ട് തീരുന്നില്ല, അവിടെയാണ് യഥാർത്ഥത്തിലുള്ള ഒരു പ്രശ്നം കിടക്കുന്നത്. എന്നാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനുഷ്യൻ അവിടെ ഡിസ്ഫങ്ഷണൽ ആയി എന്ന് മാത്രമല്ല, ഡിസ്ഫങ്ഷണലായി ദൈവത്തെ സംബന്ധിച്ചിടത്തോളം വർക്ക് ചെയ്യാതായി എന്ന് മാത്രമല്ല, മനുഷ്യന്റെ ഉള്ളിലേക്ക് ഒരു വൈറസ് കടക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു കമ്പ്യൂട്ടറിന്റെ സോഫ്റ്റ്വെയറിനുള്ളിൽ ഒരു വൈറസ് കടക്കുന്നത് പോലെ ഒരു മനുഷ്യന്റെ ഉള്ളിലേക്ക് ഒരു വൈറസ് കിടക്കുകയും പിന്നീട് ആ വൈറസ് പറയുന്ന രീതിയിൽ മനുഷ്യൻ ഫങ്ഷൻ ചെയ്യാനായിട്ട് തുടങ്ങുകയും. ഇതാണ് പാപം സംഭവിച്ചപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചത്. നമ്മുടെ കാര്യം മനസ്സിലാക്കണം, ഇതിനെ ബൈബിൾ
ഇതിനെ പാപസ്വഭാവമെന്നും, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പഴയ മനുഷ്യനെന്നും, പഴയ നിയമത്തിൽ പല വാക്കുകൾ പാപഹൃദയമെന്നും, ഹൃദയത്തിന്റെ അഗ്രചർമ്മമെന്നും, കഠിന ഹൃദയമെന്നും, കല്ലായിട്ടുള്ള ഹൃദയമെന്നും, അങ്ങനെ പല രീതിയിൽ വിശദീകരിക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് പോകാം. അന്നേരം ഈ പാപസ്വഭാവം ഇല്ലെങ്കിൽ ഈ വൈറസ് എന്നുള്ളത് ദൈവത്തിന്റെ സൃഷ്ടിയിൽ ഇല്ലാതിരുന്നതാണ്, ദൈവമായിട്ടുള്ള ഡിസ്കണക്ഷന് ശേഷം സംഭവിച്ച ഒരു കാര്യം. അന്നേരം ഈ റെസ്റ്റോറിങ്, ദൈവം മനുഷ്യനെ റെസ്റ്റോർ ചെയ്യുമ്പോൾ ഇതിനെ നശിപ്പിച്ചുകൊണ്ടേ ദൈവത്തിന് മനുഷ്യനെ റെസ്റ്റോർ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അന്നേരം പഴയ നിയമത്തിലേക്ക് ഞാൻ പറഞ്ഞു പല വാക്കുകൾ കൂടി ഇതിനെ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തു ഈ പാപ സ്വഭാവത്തെ പറയുന്നത് പാപം പമ്പ് ചെയ്യുന്ന ഒരു ഹൃദയം എന്ന രീതിയിലാണ്. മർക്കോസിന്റെ സുവിശേഷം 7:20-21 വാക്യങ്ങൾ നിങ്ങൾ പിന്നീട് പോയി ഈ വാക്യങ്ങളൊക്കെ ഒന്ന് റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും. അവിടെ വെച്ച് യേശുക്രിസ്തു പറയാണ്, മനുഷ്യനെ അശുദ്ധനാക്കുന്നത് അവന്റെ ഉള്ളിൽ നിന്ന്, അവന്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് പമ്പ് ചെയ്യപ്പെടുന്ന പാപമാണെന്ന് പറയാം. അന്നേരം യേശുക്രിസ്തുവിന്റെ വാക്കുകളിൽ പഴയ നിയമത്തിൽ കല്ലായിട്ടുള്ള ഹൃദയമെന്നും, പാപഹൃദയമെന്നും, ഹൃദയത്തിന്റെ അഗ്രചർമ്മമെന്നും ഇങ്ങനെയൊക്കെ ഉള്ള പദങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ആ ഒരു വൈറസ് അതിന്റെ ഫാക്ടറിയെ യേശുക്രിസ്തു ഉപയോഗിക്കുന്നത് ഒരു ഹൃദയം എന്നില്ല. എന്നാൽ ഹൃദയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ശരീരത്തിലുള്ള എല്ലായിടത്തേക്കും ബ്ലഡ് പമ്പ് ചെയ്യുന്ന ഹൃദയമാണ്. അതുപോലെ മനുഷ്യന്റെ ഉള്ളിൽ മനുഷ്യനെ അശുദ്ധനാക്കുന്നത് ആ പമ്പ് ചെയ്യുന്ന ഈ പാപഹൃദയമാണ് എന്ന് യേശുക്രിസ്തു പറയാം. പൗലോസ് ഇതിനെപ്പറ്റി പറയുമ്പോൾ പൗലോസ് ഇതിനെ ഉപയോഗിക്കുന്ന പല വാക്കുകളുണ്ട്. റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും പാപത്തിന്റെ പ്രമാണമെന്ന് പൗലോസ് പറയുന്നു, ഉള്ളിൽ വസിക്കുന്ന പാപമെന്ന് പൗലോസ് പറയുന്നു. എന്നാൽ റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ പൗലോസ് ഇതിനെ പറയുന്നത് പഴയ മനുഷ്യൻ എന്നുള്ള പദത്തിലാണ്. കാരണം പൗലോസ് ഇതിനെ കാണുന്നത് ഒരു മാസ്റ്ററായിട്ടാണ്, ഒരു ഉടമസ്ഥൻ പോലെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈറൻ മാസ്റ്റർ, ഒരു ദുഷ്ടനായിട്ടുള്ള ഒരു ഉടമസ്ഥനെ പോലെ, ഒരു സ്ലേവിനെ നിയന്ത്രിക്കുന്ന സ്ലേവ് മാസ്റ്ററെ പോലെയാണ് പൗലോസ് ഈ മനുഷ്യനെ കാണുന്നത്. അല്ലെങ്കിൽ പൗലോസ് ഇതിനെ പറയുന്നത് പഴയ മനുഷ്യനാണ്. ഞാനൊരു കാര്യം പെട്ടെന്ന് ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് പൗലോസ് ഈ പഴയ മനുഷ്യൻ എന്നുള്ള പദം ഉപയോഗിക്കുന്നത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും പെട്ടെന്ന് പറയാമോ? നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യം പറഞ്ഞാൽ മതി. കാരണം അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണ് പഴയ മനുഷ്യൻ എന്നുള്ള പദം ഉപയോഗിക്കുന്നത്? മനുഷ്യൻ എന്ന് മാത്രം ഉപയോഗിച്ചാൽ പോരെ. ഓൾഡ് മാൻ, ഇംഗ്ലീഷിൽ ഓൾഡ് മാൻ എന്ന് പറയുമ്പോൾ പ്രായമായ മനുഷ്യൻ എന്നല്ല, പഴയ മനുഷ്യൻ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പദം ഉപയോഗിക്കുന്നത്? നിങ്ങൾക്ക് ചിന്തിക്കാമോ? കാരണം അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇതുവരെ നിങ്ങൾ പലപ്പോഴും വായിച്ചിട്ടുള്ളതാണ് ഈ പഴയ മനുഷ്യൻ. എന്തുകൊണ്ടാണ് പഴയ മനുഷ്യൻ എന്ന് പൗലോസ് ഉപയോഗിക്കുന്നത് അവിടെ? യേശുക്രിസ്തുവിന്റെ മരണത്തിന് ശേഷം നമ്മൾ വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ പുതിയ മനുഷ്യനായി തീരുന്നു. അപ്പൊ പഴയ മനുഷ്യൻ എന്ന് പറഞ്ഞപ്പോൾ അത് കറക്റ്റ് ആണ് ദിവസം പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാലും ഞാനിപ്പം പറയാണ് എന്റെ പഴയ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോഴാ ഭാര്യ ഒന്നുകിൽ ഡൈവേഴ്സായി ഇല്ലെങ്കിൽ മരിച്ചു എന്നാണ് അർത്ഥം, ഇല്ലേ? ഇറ്റ്സ് നോൺ എക്സിസ്റ്റിംഗ്. അന്നേരം അതുകൊണ്ടാണ് ഈ പൗലോസ് രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ എന്ന് പറയുമ്പോൾ പറയുന്നത് പഴയ മനുഷ്യൻ എന്ന് പറഞ്ഞത്. കാരണം ഈസ് നോ മോർ ഇൻ യു, അവൻ മാറ്റപ്പെട്ട് കഴിഞ്ഞു. അത് അത് കഴിഞ്ഞു പോയൊരു കാര്യമായതുകൊണ്ടാണ് പഴയ മനുഷ്യൻ എന്നുള്ള ഒരു ഡോക്ടറിൻ പഠിപ്പിക്കാനായിട്ട് അവർ ഉപയോഗിക്കുന്നത്. ഓക്കെ, അത് കറക്റ്റാണ് പറഞ്ഞത്. അന്നേരം പൗലോസ് പറയുന്നത് ഈ പഴയ മനുഷ്യൻ ഒരു മാസ്റ്ററാണ്, അത് നിന്നെ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന ഒരു മാസ്റ്റർ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അന്നേരം ഈ വൈറസ് വർക്ക് ചെയ്യുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യൻ ദൈവത്തിന്റെ കമാൻഡുകളുടെ എല്ലാം ഓപ്പോസിറ്റ് ആയിട്ട് മനുഷ്യനെ കൊണ്ട് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ, നമ്മൾ ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇതിന്റെ ഒരു ഫംഗ്ഷൻ അവിടെ വെച്ച് തന്നെ കാണാനായിട്ടിരിക്കും. നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് കാണാനായിട്ടിരിക്കും. ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ ദൈവം മനുഷ്യനെ പറ്റി പറയുന്ന ഒരു വാക്കാണ്. ഇത് പ്രധാനമുള്ള വാക്കാണ്. കാരണം ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ വരുമ്പോൾ കാണുന്നത്. അവിടെ പറയാണ്, ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണങ്ങളൊക്കെയും എപ്പോഴും ദോഷമുള്ളത് അത്രയെന്നും യഹോവ കണ്ടു. യേശുക്രിസ്തു മർക്കോസിന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യം ദൈവം കണ്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഇംഗ്ലീഷിൽ ഇങ്ങനെ കണ്ടിരിക്കുന്നത്, then the Lord saw that the wickedness of man was great on the earth, and every intent of the thoughts of his heart was only evil continually. അന്നേരം ദൈവം ഹൃദയത്തിലേക്ക് നോക്കിയിട്ട് പറയണം, ഓ ഇറ്റ്സ് ബാഡ്. അതൊരു ഹൃദയം ദുഷ്ടമായിട്ടുള്ള ഇന്റൻഷൻ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹൃദയമാണ്. യേശുക്രിസ്തു അതുകൊണ്ടാണ് ഈ ഹൃദയത്തെ പറ്റി പറയുമ്പോൾ പറഞ്ഞിരിക്കുന്നത് ദുശ്ചിന്ത എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് തന്നെ. അന്നേരം എന്താണ് സംഭവിച്ചത്? ദൈവം മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് നോക്കിയിട്ടാണ് ഉൽപ്പത്തിയിൽ പറഞ്ഞത് വെരി ഗുഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്, വളരെ നല്ലതെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ദൈവം വീണ്ടും മനുഷ്യന്റെ ഉള്ളിലേക്ക് നോക്കിയിട്ട് പറയുകയാണ് ഇറ്റ്സ് വെരി ബാഡ്, അത് വളരെ മോശമായിരിക്കുന്നു എന്ന് പറയാണ്. എന്നിട്ട് ദൈവം പറയാണ്, ഓ ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയതിൽ വിഷമിച്ചു എന്ന് പറയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ
ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇത് വർക്ക് ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, ദൈവം ഉദ്ദേശിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇത് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. മനുഷ്യന്റെ ഹൃദയം ദൈവം വസിച്ച് ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് അത് ഫങ്ഷൻ ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യൻ ഡെഡായി എന്ന് മാത്രമല്ല, എക്സാക്ട്ലി ഓപ്പോസിറ്റ് രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അന്നേരം ദൈവം പറയാണ്, അന്നേരം സുവിശേഷം എന്ന് പറയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ? സുവിശേഷം എന്ന് പറയുന്നത്, മനുഷ്യൻ അവിടെ പറയുന്നുണ്ട്, ഞാൻ മനുഷ്യനെ നശിപ്പിക്കും എന്ന് പറയുന്നുണ്ട്. എന്നാൽ മനുഷ്യനെ പരിപൂർണമായിട്ട് നശിപ്പിക്കാതെ ദൈവം മനുഷ്യനെ നിലനിർത്തി മുമ്പോട്ട് കൊണ്ടുപോകുന്നു. എന്നാൽ ദൈവത്തിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് മനുഷ്യനെ നശിപ്പിക്കുക എന്നുള്ളതല്ല, എങ്ങനെ ഈ വൈറസിനെ നശിപ്പിച്ചിട്ട് ദൈവത്തിന്റെ ഒറിജിനൽ ഫംഗ്ഷനിലേക്ക് എങ്ങനെ ഇവനെ തിരിച്ചു കൊണ്ടുവരാം എന്നുള്ളതാണ് സുവിശേഷത്തിന്റെ അടിസ്ഥാന സന്ദേശം. ഇതാണ് അപ്പോസ്തലന്മാർ പ്രസംഗിച്ച സുവിശേഷം എന്ന് പറഞ്ഞത്. ദൈവം എങ്ങനെയാണ് മനുഷ്യനെ ദൈവത്തിന്റെ ഒറിജിനൽ ഫംഗ്ഷനിലേക്ക് റെസ്റ്റോർ ചെയ്യുന്നത്, ദൈവം എങ്ങനെയാണ് മനുഷ്യനെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത് എന്നുള്ളതല്ല സുവിശേഷം. അപ്പോസ്തലന്മാർ നിങ്ങൾ വായിച്ചു നോക്കുക, അപ്പോസ്തല പ്രവൃത്തിയിൽ എവിടെയും നിങ്ങളെ എങ്ങനെ ദൈവം സ്വർഗത്തിൽ കൊണ്ടുപോകാന്നുള്ള സുവിശേഷം അല്ല അവർ പ്രസംഗിച്ചത്. അവർ പ്രസംഗിച്ചത് യഥാർത്ഥ സുവിശേഷം നമ്മൾ ലേഖനിലേക്ക് വരുമ്പോഴേക്കെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഒറിജിനൽ ഫംഗ്ഷനിലേക്ക് മനുഷ്യനെ എങ്ങനെ തിരിച്ചു വരാനായിട്ട് കഴിയും, ദൈവത്തിന്റെ ഉപകരണങ്ങളായിട്ട് മനുഷ്യനെ എങ്ങനെ മാറാനായിട്ട് കഴിയും എന്നുള്ളതാണ് സുവിശേഷത്തിന്റെ അടിസ്ഥാന സന്ദേശം. ദൈവം എന്താണ് ചെയ്യുന്നത്, ദൈവം എങ്ങനെയാണ് മനുഷ്യനെ ഈ ഒറിജിനൽ ഫംഗ്ഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്? ദൈവം ആദ്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒറിജിനലായിട്ടുള്ള ഒരു മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് അയക്കുകയാണ്. ആ മനുഷ്യനെ ഭൂമിയിലേക്ക് അയച്ചതിന്റെ ആദ്യത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് മനസ്സിലാകണം ദൈവം ഉദ്ദേശിച്ച മനുഷ്യനെ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന്. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. ഹൗ ഗോഡ് ഇന്റൻറ്റഡ് ദിസ് മെഷീൻ ടു ബി വർക്ക്. ഈ മനുഷ്യനെ ഉണ്ടാക്കിയ ആ ക്രിയേറ്ററിന്റെ ഇന്റൻഷനിൽ എങ്ങനെയാണ് ഈ ക്രിയേഷൻ വർക്ക് ചെയ്യുന്നതെന്ന് മനുഷ്യനെ കാണാൻ വേണ്ടിയിട്ട് ഒരു ഒറിജിനൽ മനുഷ്യനെ ദൈവം വീണ്ടും മുമ്പിലേക്ക് അയക്കുകയാണ്. ആ മനുഷ്യൻ പാപമില്ലാത്ത മനുഷ്യനായിരുന്നു. അതുകൊണ്ടാണ് അവനിൽ പാപമില്ല എന്ന് പറയുന്നത്. ഇതൊക്കെ ഒരു ഡോക്ടറിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഭൂമിയിൽ വന്ന എല്ലാ വ്യക്തികളിൽ നിന്നും വ്യത്യസ്തമായി യേശുക്രിസ്തുവിനെ പറ്റി ദൈവം പഠിപ്പിക്കുന്നത് അവനിൽ പാപമില്ലായിരുന്നുള്ളതാണ്. ഞാൻ റെഫറൻസുകളിൽ എല്ലാത്തിലേക്കും പോകുന്നില്ല, എന്നാൽ ഒറ്റ ഒരു റെഫറൻസ് മാത്രം എടുക്കുകയാണ്. യോഹന്നാന്റെ ലേഖനം, അതിന്റെ 1 യോഹന്നാന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. അവിടെ പറഞ്ഞിരിക്കുകയാണ്, 5-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, പാപം ചെയ്യുന്നവൻ എല്ലാ അധർമ്മം ചെയ്യുന്നു, പാപം അധർമ്മം തന്നെ. അന്നേരം മനുഷ്യൻ പാപം ചെയ്യുന്നവനാണ്, അവൻ പാപം ഉള്ളിൽ വസിച്ചുകൊണ്ട് ആ പാപമാണ് അവനെ കൊണ്ട് പാപം ചെയ്യിക്കുന്നു. ബാക്കിയുള്ള വാക്യങ്ങൾ കാണും. എന്നിട്ട് പറയുന്നത്, പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ, അവനിൽ പാപമില്ല. അന്നേരം യേശുക്രിസ്തുവിൽ പാപമില്ല എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ്? പാപങ്ങളെ നീക്കാൻ പാപമില്ലാത്തൊരു മനുഷ്യന് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി, അവനിൽ പാപമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അന്നേരം എന്തിനാണ് യേശുക്രിസ്തു പ്രത്യക്ഷനായെന്നുള്ളത് 2 വാക്യം താഴെ വീണ്ടും പൗലോസ് പറയുന്നുണ്ട്. പൗലോസ് പറയുന്നത്, പാപം ചെയ്യുന്നവൻ പിശാചിന് മകനാവുന്നു, പിശാച് ആദ്യം മുതൽ പോകും. എന്നിട്ട് കഴിഞ്ഞാൽ വേറൊരു ഇത് കഴിഞ്ഞാൽ പാപം ചെയ്യുന്നവൻ യഥാർത്ഥത്തിൽ പിശാച് അവനിൽ വസിച്ചുകൊണ്ട് അവനിൽ കൂടി പാപം ചെയ്യുകയാണെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. എന്നിട്ട് പറയാണ്, പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ തന്നെ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി. ദ സൺ ഓഫ് മാൻ കെയിം ടു അൺഡു ദ വർക്ക്സ് ഓഫ് ഡെവിൾ എന്ന് വെച്ചാൽ പിശാചിന്റെ ആ പ്രവൃത്തികളെ ഡിസ്ട്രോയ് ചെയ്തിട്ട് മനുഷ്യനെ അതിൽ നിന്ന് വിടുവിച്ചിട്ട് ദൈവത്തിന്റെ പ്രവൃത്തികൾ അവനിൽ കൂടി വീണ്ടും വെളിപ്പെടുത്താനായിട്ട്, അവന്റെ നീതി പ്രവർത്തിക്കുന്നവനാക്കാൻ വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു വന്നതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ മുമ്പോട്ട് പോട്ടെ. അതായത് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് ഒരു നോർമൽ മനുഷ്യനായിട്ടാണ്. അതായത് ആ മനുഷ്യനിൽ ഈ വൈറസ് ഇല്ലായിരുന്നു. ഈ പാപം ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ട് ദൈവത്തിനെതിരെ വർക്ക് ചെയ്യുന്ന ആ വൈറസ് ഇല്ലാത്തവനായി, പാപമില്ലാത്തവനായി ഈ ഭൂമിയിൽ യേശുക്രിസ്തു വന്നു. യേശുക്രിസ്തു 33 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് ദൈവം മനുഷ്യൻ എങ്ങനെയാണ് ഇന്റന്റ് ചെയ്തത്, ഒരു ശരീരം വർക്ക് ചെയ്യുന്ന പോലെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ വർക്ക് ചെയ്യേണ്ടതെന്നുള്ളത് ഭൂമിയിൽ ജീവിച്ചു മനുഷ്യരുടെ മുമ്പിൽ കാണിക്കുകയാണ്. ഹൗ ഗോഡ് ഇന്റൻറ്റഡ് മാൻ ടു ബി ലീവ് എന്നുള്ളത്. അത് നമ്മൾ സുവിശേഷങ്ങളിലുടനീളം യേശുക്രിസ്തു പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഇഷ്ടമല്ല പിതാവിന്റെ ഇഷ്ടം അത്ര ചെയ്യാൻ, ഞാൻ സ്വയമായിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡന്റ് ആയി. ആദ്യം എങ്ങനെയാണോ ജീവിച്ചത്, ഇല്ലെങ്കിൽ ആദത്തിനെ കുറിച്ചും മനുഷ്യവർഗത്തിനെ കുറിച്ചും ദൈവം എങ്ങനെയാണോ ജീവിക്കാനായിട്ട് ആഗ്രഹിച്ചത്, അത് ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ വന്നിട്ട് ജീവിച്ച് കാണിക്കുകയാണ്. അവരെ നോക്കിയിട്ട് ദൈവം വീണ്ടും പറയുന്നുണ്ട്, യെസ് ഇറ്റ് ഈസ് വെരി ഗുഡ്. യേശുക്രിസ്തുവിനെ നോക്കി, യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ യേശുക്രിസ്തുവിന്റെ ജീവിതം നോക്കിയിട്ട് പിതാവായ ദൈവം പറയുന്നുണ്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഐ എം വെൽ പ്ലേസ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷനിങ് നോർമലി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ മനുഷ്യന്റെ ഉള്ളിലേക്ക് പാപത്തിന്റെ വൈറസ് കടത്താനായിട്ട് പിശാച് ശ്രമിക്കുന്നുണ്ട്, പിശാച് പരീക്ഷിക്കുന്നുണ്ട്. എന്നാൽ യേശുക്രിസ്തു പാപം ചെയ്യാതെ ഈ ഭൂമിയിൽ 33 വർഷം ജീവിച്ചു. ഞാൻ ഇതിനു മുമ്പ് എന്നെ പറഞ്ഞിരുന്നു. പക്ഷെ ആ ജീവിതം കൊണ്ട് മനുഷ്യവർഗത്തിന് ഒരു പ്രയോജനവുമില്ല. യേശുക്രിസ്തുവിന്റെ പാപമില്ലാത്ത ജീവിതം ഇൻ ഇറ്റ് സെൽഫ്, അതിൽ തന്നെ മനുഷ്യന് യാതൊരു പ്രയോജനവുമില്ല. കാരണം
മനുഷ്യന് അത് നോക്കിയിട്ട് ജീവിക്കാനായിട്ട് കഴിയത്തില്ല. മനുഷ്യന് അത് നോക്കിയിട്ട് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. കാരണം മനുഷ്യന്റെ ഉള്ളിൽ ഒരു പാപത്തിന്റെ ഒരു ഫാക്ടറി വർക്ക് ചെയ്യുന്നുണ്ട്. മനുഷ്യന്റെ ഉള്ളിൽ ഒരു പാപത്തിന്റെ ഒരു പ്രമാണം വർക്ക് ചെയ്യുന്നുണ്ട്. അത് ദൈവത്തിന്റെ കൽപ്പനകൾക്ക് എതിരെ മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെയുള്ളപ്പോൾ അങ്ങനെയുള്ളൊരു ഓപ്പോസിറ്റ് രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വൈറസ് ഉള്ളിൽ വസിക്കുമ്പോൾ എങ്ങനെയാണ് യഥാർത്ഥ രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനെ നോക്കിക്കൊണ്ടൊരു ഒരു മനുഷ്യൻ ജീവിക്കാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിനെ നോക്കുക, യേശുക്രിസ്തുവിനെ പോലെ ജീവിക്കുക എന്നുള്ള കമാൻഡ്മെന്റ്സുകൾ കൊണ്ട് ഒന്നും മനുഷ്യന് യഥാർത്ഥത്തിൽ പ്രയോജനമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ വൈറസ് വർക്ക് ചെയ്യുന്ന നേരെ ഓപ്പോസിറ്റ് രീതിയിലാണ്. ഇതിന്റെ ഒരു ഫംഗ്ഷൻ റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിൽ, ഞാൻ ഇതിനൊക്കെ പല പ്രാവശ്യം എടുത്തിട്ടുള്ളതാണെങ്കിൽ ഈ വിഷയം വിശദീകരിക്കണം. റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിൽ പല വാക്യങ്ങൾ 7:15 പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ഇച്ഛിക്കാത്തതിനെ ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനല്ല പകയ്ക്കുന്നതിനെ അത്ര ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ പൗലോസ് പറയാണ്, ദൈവത്തിന്റെ ന്യായപ്രമാണം ഞാൻ കണ്ടു, അതാണ് ആ കോണ്ടെക്സ്റ്റ്, അത് ഞാൻ പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുന്നു, പക്ഷെ എൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ഈ വൈറസ് ഇതിന്റെ ഓപ്പോസിറ്റ് പ്രവർത്തിക്കുകയാണ്. 17-ാമത്തെ വാക്യത്തിൽ പൗലോസ് വീണ്ടും പറയാണ്, ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപത്രേ. പൗലോസ് പറയാണ്, ദാറ്റ് വൈറസ് ഈസ് വർക്കിംഗ് ഇൻ മീ, അത് എൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട്, ഞാൻ ഇച്ഛിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യുന്നു. 19-ാമത്തെ വാക്യത്തിൽ വീണ്ടും പൗലോസ് പറയാണ്, ഞാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നുള്ളൂ, ഇച്ഛിക്കാത്ത തിന്മയത്തെ പ്രവർത്തിക്കുന്നു. അന്നേരം ഇവിടെ എല്ലാം അത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് വിശദീകരിക്കുകയാണ്. 20-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, 23-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, എൻ്റെ ബുദ്ധിയോട് എൻ്റെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം എൻ്റെ അവയവങ്ങൾ കാണുന്നു, അത് എൻ്റെ അവയവങ്ങളുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കിയിരിക്കുന്നു. നേരെ പൗലോസ് പറയാണ്, ഐ ആം എ സ്ലേവ്, എനിക്കത് വർക്ക് ചെയ്യാനായിട്ട് കഴിയുന്നില്ല, നേരെ ഓപ്പോസിറ്റ് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് ചില വൈറസുകൾ അങ്ങനെയാണ്. എനിക്ക് ഇത് അനുഭവമുള്ളതാണ്. ഞാൻ കുവൈറ്റിൽ വർക്ക് ചെയ്തിരുന്നപ്പോൾ ഞങ്ങളുടെ കമ്പനിയിൽ ഒരു സിസ്റ്റത്തിൽ വൈറസ് കയറി. ആ സിസ്റ്റത്തിൽ വൈറസ് കയറി എന്ന് പറഞ്ഞാൽ അതുമായിട്ട് കണക്റ്റഡ് ആയിരുന്ന നെറ്റ്വർക്കുള്ള എല്ലാ കമ്പ്യൂട്ടറിലും വൈറസ് കയറിയിട്ട് നമ്മൾ ഒരു കമാൻഡ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സാക്ട്ലി ഓപ്പോസിറ്റ് അത് എക്സിക്യൂട്ട് ചെയ്യണം. അന്നേരം എക്സാക്ട്ലി ആ കാര്യമാണ് ഇവിടെ പൗലോസ് പറയുന്നത്. അന്നേരം വീണുപോയ ഒരു മനുഷ്യന് യേശുക്രിസ്തുവിന്റെ ജീവിതം കൊണ്ട് പ്രയോജനമില്ല എന്ന് ഞാൻ പറയുന്നത് കൊണ്ടാണ്. യേശുക്രിസ്തുവിനെ നോക്കി ജീവിക്കാനായിട്ടോ, യേശുക്രിസ്തുവിനെ അനുകരിക്കാനായിട്ടോ, യേശുക്രിസ്തുവിനെ പോലെ ജീവിക്കാനായിട്ട് ശ്രമിക്കുന്നത് കൊണ്ടോ ഇതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനമില്ല. അന്നേരം സുവിശേഷം അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ ഒരു വ്യക്തി മനസ്സിലാക്കാത്തടത്തോളം കാലം ഈ കാര്യങ്ങളൊന്നും ആ വ്യക്തിക്ക് പ്രയോജനപ്പെടുത്തില്ല. എന്നാൽ ദൈവം എന്താണ് ചെയ്യുന്നത്? സുവിശേഷം ഒരു നട്ഷെല്ലിൽ പൗലോസ് വിശദീകരിക്കുകയാണ്. അതിന്റെ ഇതെല്ലാം വിശദീകരിച്ച് വന്നതിന് ശേഷം പൗലോസ് അതിന്റെ വളരെ കോറായിട്ടുള്ള കാര്യത്തിലേക്ക് വരികയാണ്. ഞാൻ റോമാലേഖനത്തിന്റെ വേർഡ് സ്റ്റഡി ചെയ്തപ്പോൾ വിശദീകരിച്ചാണ്, എങ്കിലും പുതിയതായിട്ട് വരുന്നവർക്ക് വേണ്ടി വീണ്ടും വിശദീകരിക്കുകയാണ്. അതിന്റെ 3-ാമത്തെ വാക്യം, 8-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നതിനെ സാധിക്കുക. എന്തായിരുന്നു ജഡത്തിന്റെ ബലഹീനത? വീക്ക്നെസ്, ദ ഫ്ലഷ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഉള്ളിൽ കടന്ന ഈ വൈറസ് ആണ് ആ വീക്ക്നെസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതെന്ത് ചെയ്യുന്നു? ജഡത്തിന്റെ ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് മനുഷ്യനെ കൊണ്ട് നല്ലത് പ്രവർത്തിക്കാനായിട്ട് കഴിയുന്നില്ല. ന്യായപ്രമാണത്തിന് പ്രശ്നമില്ല. അവിടെ പോലീസ് വളരെ വിശദീകരിക്കുന്നുണ്ട്, ന്യായപ്രമാണം വിശുദ്ധമാണ്, കൽപ്പന നല്ലതാണ്, എന്നാൽ കൽപ്പന എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. കാരണം കമാൻഡ് അങ്ങോട്ട് കൊടുക്കുമ്പോഴേക്കും ഓപ്പോസിറ്റായിട്ട് വൈറസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് മനുഷ്യന് സാധിക്കാൻ കഴിയാതിരുന്നത്. അതുകൊണ്ടാണ് ഓൾഡ് കവനന്റിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ന്യൂനത എന്ന് പറഞ്ഞിരിക്കുന്നത് മനുഷ്യനെ ദൈവത്തിന്റെ യഥാർത്ഥ ഫംഗ്ഷനിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പഴയ നിയമ പ്രവാചകനും മുഴുവൻ പുതിയ ഉടമ്പടിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് പറഞ്ഞുകൊണ്ടേയിരുന്നത്. പുതിയ ഉടമ്പടിയിൽ ദൈവം ചെയ്യാനായിട്ട് പോകുന്നത് എന്താണ്? യെഹെസ്കേൽ പ്രവചനം, യെരമ്യാ പ്രവചനം ഒക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു, റെഫർ ചെയ്തു. അതെങ്ങനെ ചെയ്തു എന്നുള്ളതാണ് റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദൈവം തന്റെ പുത്രനെ അയച്ചു. അന്നേരം ഗോഡ് സെൻഡ് ഹിസ് സൺ. ദൈവം ഒരു ഇനിഷ്യേറ്റീവ് കൊടുക്കുകയാണ്. ഞാൻ എപ്പോഴും പറഞ്ഞിരിക്കുന്നത്, ദൈവം ചെയ്യുന്നത് എപ്പോഴും ദൈവത്തിന്റെ ഭാഗത്തു നിന്നാണ് ഇനിഷ്യേറ്റീവ് ചെയ്യുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3:16 പറഞ്ഞിരിക്കുന്ന അതേ കാര്യം വേറൊരു രീതിയിൽ പൗലോസ് പറഞ്ഞിരിക്കുകയാണ്. ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയക്കുകയാണ്. എങ്ങനെയാണ് അയച്ചത്? ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലാണ് അയച്ചത്. അവിടുത്തെ വാക്കുകൾക്കെല്ലാം പ്രാധാന്യം. അവിടെ പറഞ്ഞിരിക്കുന്നത്, ഹി കെയിം ഇൻ ദ ഗോഡ് സെൻഡ് ഹിസ് സൺ ഇൻ ദ ലൈക്ക്നെസ് ഓഫ് സിൻഫുൾ ഫ്ലെഷ്. അന്നേരം ആ ലൈക്ക്നെസ് പാപജഡത്തിന്റെ അതേ സാദൃശ്യത്തിലാണ്, എന്നാൽ പാപജഡത്തിലല്ല അയച്ചത്. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്, അവനിൽ പാപമില്ലായിരുന്നു. എബ്രായ ലേഖനത്തിലും പറഞ്ഞിരിക്കുന്നുണ്ട്, അവൻ നമ്മെ പോലെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടു, എന്നാൽ അവനിൽ പാപമില്ലായിരുന്നു. അന്നേരം പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാപജഡത്തിന്റെ സാദൃശ്യത്തിലാണെങ്കിൽ പോലും നമ്മളെ പോലുള്ള അതേ ജഡത്തിൽ തന്നെയാണ്, അതേ ശരീരത്തിൽ തന്നെയാണ് വന്നത്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ പൗലോസ് ഇത് വേറെ രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. എബ്രായ ലേഖനം അതിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവരായി
മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെ വിടുവിച്ചു. അന്നേരം രണ്ട് കാര്യങ്ങളുണ്ട്. യേശു ക്രിസ്തു പാപജടത്തിലല്ല ഭൂമിയിൽ വന്നത്, എന്നാൽ നമ്മുടെ അതേ ശരീരത്തിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലെ തന്നെ ശരീരവും മാംസവും രക്തങ്ങളും നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ലിമിറ്റേഷൻസിന്റെ ഉള്ളിലേക്ക് യേശു ക്രിസ്തു ഇറങ്ങി. അതാണ് ഫിലിപ്പി ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവൻ തന്നെത്താൻ താഴ്ത്തി ദാസരൂപം എടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ താഴ്ത്തി എന്ന് പറഞ്ഞിരിക്കുന്നു. അന്നേരം ഇത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. യേശു ക്രിസ്തു നമ്മളെ പോലെയുള്ള മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്നു. മക്കൾ ജഡരക്തങ്ങളോടുകൂടി ഓടിയാലാവുകൊണ്ട് അവനും അവരെ പോലെ തന്നെ ജഡരക്തങ്ങളോട് കൂടി എന്ന്. പക്ഷേ ദൈവം എന്താണ് ചെയ്തത്? അവൻ ഈ ഭൂമിയിൽ വന്ന് 33 വർഷം പാപത്തെ ജയിച്ച്, പാപം ചെയ്യാതെ, പാപമില്ലാത്തവനായി ഈ ഭൂമിയിൽ ജീവിച്ചു. എന്നാൽ കർത്താവിന്റെ സൊല്യൂഷൻ എന്താണ് സംഭവിക്കുന്നത്? അവിടെ പറഞ്ഞിരിക്കുകയാണ്, ദൈവം തന്റെ പുത്രനെ പാപജടത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തം വെച്ചു, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ദൈവം പാപത്തിന്റെ കണ്ടംനേഷൻ യേശു ക്രിസ്തുവിന്റെ ജഡത്തിൽ വിധിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ സുവിശേഷം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം നമ്മുടെ ഈ പാപ സ്വഭാവത്തെ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ തറച്ച് നമ്മിൽ നിന്നും നീക്കി നമ്മെ സ്വതന്ത്രരാക്കി. ഇതാണ് അപ്പോസ്തലന്മാര് അടിസ്ഥാന ഉപദേശമായിട്ട് പഠിപ്പിക്കുന്നത്. നേരം ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ അപ്പോസ്തല പ്രവൃത്തി പോയിട്ട് കൂട്ടായ്മ ആചരിക്കുക, അപ്പം നുറുക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾ. പക്ഷേ അതിന്റെ ഏറ്റവും അടിസ്ഥാന പ്രിൻസിപ്പിൾ ഇതാണ്: യേശു ക്രിസ്തു ക്രൂശിൽ എന്ത് ചെയ്തു? എന്താണ് യേശു ക്രിസ്തു ക്രൂശിൽ ചെയ്തത്? നമ്മുടെ പാപ സ്വഭാവത്തെ യേശു ക്രിസ്തു ക്രൂശിൽ എടുത്ത് അവനോടുകൂടി തറച്ച് നമ്മളിൽ നീക്കി നമ്മളെ പാപത്തിൽ നിന്ന് സ്വതന്ത്രരാക്കി. ബൈബിൾ അങ്ങനെ പറയുന്നുണ്ട്. ബൈബിൾ അനേക വാക്യങ്ങൾ കൂടി അങ്ങനെ പറയുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ വാക്യങ്ങൾ തന്നെയാണ് വീണ്ടും എടുക്കുകയാണ്. 2 കൊരിന്ത്യർ അതിന്റെ 5:21 പറയുകയാണ്, പാപം അറിയാത്തവനെ, അവൻ പാപം അറിയാത്തവനാണ്, അവൻ പാപം ചെയ്യാത്തവനാണ്, അവൻ പാപമില്ലാത്തവനാണ്. എന്നാൽ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാക്കേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ഹി ബിക്കെയിം സിൻ. അവൻ ആ വൈറസ് അവനിൽ തന്നെ ഏറ്റെടുത്ത് നമ്മൾ നീക്കി. കൊലോസ്യലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറഞ്ഞിരിക്കുകയാണ്, നമ്മളുടെ പാപ സ്വഭാവത്തെ യേശു ക്രിസ്തു ഒരു പരിച്ഛേദനയിൽ കൂടി നീക്കിക്കളഞ്ഞു. കൊലോസ്യലേഖനം വാക്യം എടുത്തു വായിക്കും. കൊലോസ്യലേഖനം 2-ാമത്തെ അധ്യായം 2-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞാൽ. ഇതിന്റെ കറക്റ്റ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ പാപശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ, അല്ലെങ്കിൽ പാപസ്വഭാവം ഉരിഞ്ഞു കളഞ്ഞാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. ഇതാണ് റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം നമ്മുടെ പാപ സ്വഭാവത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. ഈ വാക്യങ്ങൾ കൂടി എല്ലാം അപ്പോസ്തലന്മാർ വിശദീകരിക്കുന്ന എന്താണ്? നമ്മുടെ പഴയ മനുഷ്യൻ, നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന ആ പഴയ മാസ്റ്റർ, ആ പാപ സ്വഭാവം, ആ സിൻ ഫാക്ടറി യേശു ക്രിസ്തു നശിപ്പിച്ചു. യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ രക്തത്താൽ, ഞാനിങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്, യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ ആ ബ്ലഡ് ബോംബ് ആ സിൻ ഫാക്ടറിയിൽ വന്നു നിന്നിട്ട് ആ ആയുധശേഖരം നശിപ്പിക്കപ്പെട്ടു. ഇതാണ് കൊലോസ്യ ലേഖനത്തിലേക്ക് പൗലോസ് വീണ്ടും പറയുമ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, അതിക്രമങ്ങളൊക്കെയും നമ്മളോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കയ്യെഴുത്തും മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കി കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും അവൻ ആയുധവർഗം വെപ്പിച്ചു. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഹി ഡിസാംഡ് സേറ്റൻ. പിശാചിന്റെ ആയുധവർഗം എന്ന് പറയുന്ന ആ ആയുധ ഫാക്ടറി ദൈവം നശിപ്പിക്കുകയാണ് ക്രൂശിലെ മരണത്തെ. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തു പറയുന്നുണ്ട്, ബലവാൻ തന്റെ ആയുധ ശേഖരണങ്ങളുമായിട്ട് തന്റെ കോട്ട കാത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും അതിന്റെ ഉള്ളിൽ കടന്നു വരുത്തനെ രക്ഷിക്കാനായിട്ട് കഴിയത്തില്ല. എന്നാൽ അവനേക്കാൾ ബലവാൻ വന്നിട്ട് അവനെ ഡിസാം ചെയ്തിട്ട് അവന്റെ ആയുധം നശിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് മനുഷ്യനെ വിടുവിക്കാനായിട്ട് കഴിയും. അതായത് മനുഷ്യനെ പാപത്തിൽ നിന്ന് വിടുവിക്കാനായിട്ട് ദൈവം എന്താണ് ചെയ്തത്? യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ കൂടി ദൈവം ഈ ഫാക്ടറിയെ നശിപ്പിക്കുകയാണ്, ഈ ആയുധ ശേഖരത്തെ നശിപ്പിക്കുകയാണ്. അങ്ങനെയാണ് ദൈവം മനുഷ്യനെ സ്വതന്ത്രനാക്കിയത്. ഇതാണ് സുവിശേഷത്തിന്റെ അടിസ്ഥാന സന്ദേശമായിട്ട് പറയുന്നത്. ഇതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ പറ്റി പറയുമ്പോൾ അതിന്റെ ഉൽപ്പത്തിയിൽ തന്നെ മനുഷ്യൻ പാപം ചെയ്ത് കഴിയുമ്പോൾ ദൈവം പറയുന്നുണ്ട്, സ്ത്രീയുടെ സന്തതി പിശാചിന്റെ തലയെ തകർക്കും എന്ന് പറഞ്ഞു. പിശാചിനെ നശിപ്പിച്ച് പരിപൂർണമായിട്ട് നീക്കല്ല, പിശാചിനെ ഡിസാം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് എബ്രായത്തിൽ പറഞ്ഞിരിക്കുന്നത്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോടുകൂടിയായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ ഡിസാം ചെയ്തു. അവന്റെ അധികാരത്തിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ചു. ഈ ഒരു സത്യം, ഈ ഒരു സ്വാതന്ത്ര്യത്തിന്റെ സുവിശേഷം, ഇത് കേൾക്കാതെ, ഇത് മനസ്സിലാക്കാതെ ഒരൊറ്റ വ്യക്തിക്കും യഥാർത്ഥത്തിൽ വിജയകരമായിട്ടുള്ള ക്രിസ്ത്യ ജീവിതം സാധ്യമല്ല. കാരണം ഇത് ബൈബിളിന്റെ വേ ഓഫ്
ട്രൂത്താണ്, ഇല്ലെങ്കിൽ ദൈവം പഠിപ്പിക്കുന്ന സത്യം. അതുകൊണ്ടാണ് ഞാനിത് വളരെ വളരെ വിശദീകരിച്ച് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നമുക്ക് ഈ ചരിത്രങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം പല യുദ്ധങ്ങളിലും നമ്മൾ ഈ ഇസ്രായേലും അറബ് കൺട്രീസുമായിട്ടൊരു യുദ്ധം 6 ഡേ വാറിനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചതെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് നിന്നിരുന്ന എല്ലാ രാജ്യങ്ങളുടെയും ആയുധശേഖരം ഒരു രാത്രിയിൽ ഇസ്രായേലിന്റെ ഫൈറ്റർ പ്ലെയിൻസ് രഹസ്യമായിട്ട് വന്നു മറ്റുള്ളവർ റഡാറിൽ പെടാതെ താഴ്ന്നു പറന്ന് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ 6 ഡേ വാറിൽ ഇസ്രായേലിന് അറബ് കൺട്രീസിൻ്റെ അടുത്ത് വിജയം നേടാൻ കഴിഞ്ഞു. കാരണം അവർ ആയുധവർഗം നശിപ്പിച്ചു. എക്സാക്ട്ലി അതേ സ്ട്രാറ്റജിയാണ് ക്രൂശിൽ നടന്നത്. ദൈവം ഈ ക്രൂശിലെ വർക്കിൽ കൂടി മനുഷ്യന്റെ പാപഹൃദയം നശിപ്പിച്ച്, അവന്റെ പാപത്തിന്റെ ഫാക്ടറി നശിപ്പിച്ച്, പഴയ മനുഷ്യനെ ക്രൂശിച്ച് ഒരു ഹൃദയ പരിച്ഛേദനയിൽ കൂടി ഹൃദയത്തിലെ ആ പാപ അഗ്രചർമ്മം കട്ട് ചെയ്ത് മനുഷ്യൻ പാപത്തിൽ നിന്ന് സ്വന്തമാക്കി. ഈ ഒരു കാര്യം സത്യത്തിൽ പലരും പ്രസംഗിക്കുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പലർക്കും ഇത് മനസ്സിലാകാത്തത്. പക്ഷെ പലരും പ്രസംഗിക്കുന്നത് എങ്ങനെയാണ്? വേറൊരു രീതിയിൽ പലരും പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയാം, അത് മനസ്സിലാക്കിയാൽ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോഴെങ്ങനത്തെയാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് മനസ്സിലാവുന്നത്. ഞാൻ സുവിശേഷത്തിൽ ഞാൻ നേരത്തെ പലപ്പോഴും കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ രക്ഷിക്കപ്പെടുമ്പോൾ എൻ്റെ പാപസ്വഭാവം ഒന്നും മാറ്റപ്പെടുന്നില്ല. ഈ പാപസ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു കറുത്ത പട്ടിയുടെ കൂട്ടം എൻ്റെ ഉള്ളിലുണ്ട്. ആ കറുത്ത പട്ടി അങ്ങനെ തന്നെ നിൽക്കുകയാണ്. രക്ഷിക്കപ്പെടുമ്പോൾ എന്ത് ചെയ്യുന്നു? നമുക്കൊരു ദിവ്യ സ്വഭാവം കൂടെ, ക്രിസ്തുവിന്റെ സ്വഭാവം കൂടെ കിട്ടും. നേരെ നമ്മുടെ ഉള്ളിൽ ഒരു വെളുത്ത പട്ടിയും വരും. പിന്നെ നടക്കുന്ന വിശുദ്ധ ജീവിതത്തിനുള്ള ഫൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കറുത്ത പട്ടിയും വെളുത്ത പട്ടിയും തമ്മിലുള്ള കടിപിടിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് തമ്മിൽ കടി കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അന്നേരം ഈ നമ്മൾ വെളുത്ത പട്ടിക്ക് കൂടുതൽ ഫുഡ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ദൈവവചനം വായിക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ ഈ വെളുത്ത പട്ടിയെ ശക്തിപ്പെടുത്തിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ കറുത്ത പട്ടി ഇങ്ങനെ ശക്തി കുറഞ്ഞു. പക്ഷെ എപ്പം വേണേലും ഈ കറുത്ത പട്ടിക്ക് ശക്തി വരാം. അപ്പം വീണ്ടും കടിപിടി തോന്നും. അന്നേരം ഞാനെന്നുകൊണ്ടാണ് പറഞ്ഞത്, പല വിശുദ്ധ ജീവിതം നയിക്കുന്ന വിശ്വാസികളെയും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ യാതൊരു സന്തോഷവുമില്ല. കാരണം ഇവിടെ ഈ കടിപിടി നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഉള്ളിൽ ഈ കടിപിടിയുടെ മേളിൽ മിക്കവാറും ഈ കറുത്ത പട്ടിയാണ് ജയിക്കുന്നതെന്ന് തോന്നുന്നു കണ്ടു കഴിഞ്ഞു. അന്നേരം ഈ യഥാർത്ഥ സുവിശേഷം എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു സ്വാതന്ത്ര്യത്തിന്റെ സുവിശേഷമാണ്. അത് അവരെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ സുവിശേഷം നമുക്ക് മനസ്സിലാവും. ഒരിക്കലും ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരു വ്യക്തി സുവിശേഷം പറയാനായിട്ട് പോയി. അദ്ദേഹം ഈ പറഞ്ഞിരിക്കുന്ന പോലെ വളരെ മ്ലാനവതനായിട്ട് വളരെ വിഷമത്തോടുകൂടി ക്രൂശെടുത്തുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം പോയി പറഞ്ഞു, സുവിശേഷം ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം, സുവിശേഷത്തിൽ വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞപ്പം ഈ കേട്ടോണ്ടിരുന്ന വ്യക്തി ഇയാളുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇയാളെ പോലെ ആവാനാണെങ്കിൽ എനിക്ക് സുവിശേഷം കേൾക്കണ്ട, വേണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതല്ല യഥാർത്ഥ സുവിശേഷം. എന്നിട്ട് ചിലർ പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഴയ മനുഷ്യൻ മരിച്ചിട്ടൊന്നുമില്ല, പഴയ മനുഷ്യൻ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുകയാണ്, ഒരു ഡോർമെന്റ് വോൾക്കാനോ പോലെ, അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്നത് പോലെ ഉള്ളിൽ ഒരു പാപഹൃദയം കിടക്കുന്നുണ്ട്. എപ്പോൾ ടെംപ്ടേഷൻ വരുമ്പോഴേക്കും ആ പഴയ മനുഷ്യൻ ഒഴുത്തെറിഞ്ഞേക്കും. അന്നേരം നമ്മൾ അതിനെ തലയ്ക്കടിച്ചിട്ട് ഇങ്ങനെ ഉറക്കി കിടത്തണം. ഇതൊക്കെ എവിടെ പറയുന്നത്? യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ വർക്ക് കംപ്ലീറ്റ് ആയിരുന്നു. കർത്താവ് ക്രൂശിൽ പറയുന്നുണ്ട് ഇറ്റ് ഈസ് ഫിനിഷ്. കർത്താവിന്റെ ഭാഗത്തു നിന്ന് കർത്താവ് ഈ കാര്യത്തെ ചെയ്തു. ദൈവം ഒരു പാപഹൃദയത്തിന്റെ ഫാക്ടറി ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടല്ല ഒരു മനുഷ്യനെ വീണ്ടും ജനിപ്പിച്ചത്. അതുകൊണ്ടാണ് കൊരിന്ത്യനിൽ പറഞ്ഞിരിക്കുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞിരിക്കുന്നു. പഴയതിലെ കുറച്ച് ബാക്കി വെച്ചിട്ട്, കുറച്ച് പഴയ ഹൃദയത്തിനെ ഒന്ന് പാച്ചപ്പ് ചെയ്തിട്ട്, ഞാൻ പറയല്ലോ, ഒരു ഹാർട്ട് സർജറി അല്ല കർത്താവ് ചെയ്തത്, ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ആണ് ചെയ്തത്. പഴയ ഹൃദയം, ആ പാപം വമിക്കുന്ന ഹൃദയത്തെ എടുത്തു മാറ്റി നമുക്കൊരു പുതിയ ഹൃദയം തന്നു. ഇതാണ് പഴയ നിയമ പ്രവാചകന്മാർ പ്രവചിച്ചുകൊണ്ടിരുന്നത്. അതാണ് പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു ചെയ്തത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 7:38 യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പഴയ നിയമങ്ങളിലെല്ലാം പ്രവചിച്ചിരുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകാനായിട്ട് തുടങ്ങും. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഈ ഒരു സത്യം മനസ്സിലാക്കാനായിട്ടും ഹൃദയപൂർവ്വം വിശ്വസിക്കണമെന്നും ആൾക്കാർ അപ്പോസ്തലന്മാർ ആഗ്രഹിച്ചു. ദൈവം പുതിയ വീഞ്ഞിന് പുതിയ തുരുത്തിയിലാണ് ഒഴിക്കുന്നത്. പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞിന് നിൽക്കാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, അതിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തുരുത്തി പൊട്ടും, വീഞ്ഞൊഴുകി പോകും. ഓക്കെ, അന്നേരം ഞാൻ പറഞ്ഞത്, അങ്ങനെ പാപത്തിൽ നിന്ന് മനുഷ്യനെ സ്വതന്ത്രനാക്കിയതിന് ശേഷം ദൈവം ഇവനെ സ്വതന്ത്രനാക്കിയത് ഒരു പർപ്പസിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഒറിജിനൽ പർപ്പസ് പറഞ്ഞു. ഒറിജിനൽ പർപ്പസ് പറഞ്ഞാൽ ദൈവം റൂൾ ചെയ്തിട്ട് മനുഷ്യനെ ഒരു ഇൻസ്ട്രുമെന്റ് പോലെ വർക്ക് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ വൈറസിനെ നീക്കിക്കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വൈറസാണ്, ഈ പാപസ്വഭാവമാണ് ദൈവത്തിന്റെ ഒറിജിനൽ സൃഷ്ടിയിലായിരുന്നു. അതിനെ ദൈവം ഡിസ്ട്രോയ് ചെയ്തെങ്കിലും വെക്കുള്ളൂ. അതിനെ നിലനിർത്തിക്കൊണ്ട് ദൈവത്തിന്റെ പണി അതിന്റെ കൂട്ടത്തിൽ പാരലായിട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയത്തില്ല. ദൈവം അത് ചെയ്തതിന് ശേഷം ദൈവം ഒരു വ്യക്തിയുടെ ഉള്ളിൽ വസിക്കുകയും അവനെ ദൈവത്തിന്റെ ആയുധമായിട്ട്, ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യിക്കാൻ തുടങ്ങിയാണ്. അങ്ങനെ മനുഷ്യന് ഒരു നോർമലായിട്ട് ഫങ്ഷൻ ചെയ്യാൻ കഴിയും. അന്നേരം മനുഷ്യൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ വീണ്ടും ആ ഒറിജിനൽ ഫംഗ്ഷനിലേക്ക് വരുമ്പോൾ ഹി ഈസ് ബിക്കമിങ് നോർമൽ. അവൻ അബ്നോർമൽ ആവുകയല്ല.
അല്ലെ? ഞാൻ പറഞ്ഞല്ലോ, പരിശുദ്ധാത്മ നിറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു എന്തൊക്കെയോ ഒരു അബ്നോർമാലിറ്റിയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ അല്ല. പരിശുദ്ധാത്മ നിറവ് എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ അവരുടെ നോർമൽ ഫംഗ്ഷനിലേക്ക് മടങ്ങി വരികയാണ്. ഇതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ വിശദീകരിക്കാനായിട്ട് ശ്രമിച്ചത്. ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഒരു അടിസ്ഥാനപരമായിട്ടൊരു ചോദ്യം പലരുടെയും ഉള്ളിൽ വരാം. ഞാൻ പറഞ്ഞു, ദൈവം മനുഷ്യനെ ഒറിജിനൽ ഫംഗ്ഷനിലേക്ക് കൊണ്ടുവരികയാണ്. ദൈവം മനുഷ്യന്റെ ഉള്ളിൽ വസിച്ചുകൊണ്ട് വീണ്ടും അവന്റെ ദേഹിയെ നിയന്ത്രിക്കുന്നു, അവന്റെ ശരീരത്തെ നിയന്ത്രിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഇൻസ്ട്രുമെന്റ് ആയിട്ട് മനുഷ്യനെ ഉപയോഗിക്കുന്നു. നേരെ ഒരു അടിസ്ഥാന ചോദ്യം, അത് കഴിഞ്ഞ ആഴ്ചയിലാരും ചോദിച്ചില്ലെങ്കിലും പിന്നീട് പലരും ചോദിച്ചില്ലായിരുന്നു പറഞ്ഞാൽ, അങ്ങനെ അവരും പറയുന്ന പോലെ ദൈവം മനുഷ്യനെ ഫ്രീ ആക്കി, പാപത്തിന്റെ നിന്ന് ഫ്രീ ആക്കിയെങ്കിൽ പിന്നെയും മനുഷ്യൻ എങ്ങനെയാണ് പാപം ചെയ്യുന്നത്? മനുഷ്യൻ എങ്ങനെയാണ് പിന്മാറ്റത്തിൽ പോകുന്നത്? ബൈബിളിൽ ഉടനീളം വാണിങ്ങുകളും കാര്യങ്ങളും ഉണ്ടല്ലോ. മനുഷ്യൻ ജഡീകനായിട്ട് പോകുന്നത് എങ്ങനെയാണ്? ജഡത്തെ അനുസരിച്ച് ജീവിക്കരുതെന്ന് പറയുന്നതിന്റെ ആവശ്യം എന്താണ്? ജഡീകരെന്ന് പറ്റി പറയുന്നത് എന്താണ്? അതൊന്ന് ഞാൻ ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, പിശാച് മനുഷ്യനെ റൂൾ ചെയ്ത ഒരു ടൈറൻ മാസ്റ്ററെ പോലെയായിരുന്നു. ഒരു സ്ലേവിനെ ഒരു മാസ്റ്റർ നിയന്ത്രിക്കുന്ന രീതിയിലായിരുന്നു പഴയ സ്വഭാവത്തിൽ കൂടി മനുഷ്യനെ ദൈവം നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ മനുഷ്യൻ ഒരു സ്വാതന്ത്ര്യമില്ലാതെ പിശാചെ അനുസരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളായിരുന്നു. എന്നാൽ ദൈവം എന്നുള്ള മാസ്റ്റർ അങ്ങനത്തെ ഒരു ടൈറൻ മാസ്റ്റർ അല്ല. അത് ഉൽപ്പത്തിയിലും അങ്ങനെയല്ല. ദൈവം മനുഷ്യനെ നിയന്ത്രിക്കുന്നത് മനുഷ്യന്റെ ഭാഗത്തു നിന്ന് ദൈവത്തിന്റെ ഭാഗത്തേക്ക് ഒരു വിൽഫുൾ സബ്മിഷൻ ആവശ്യമാണ് വീണ്ടും ജനിച്ചതിന് ശേഷവും. ഈ ഒരു സബ്മിഷൻ മനുഷ്യന്റെ ഭാഗത്തു നിന്ന് ദൈവത്തിന്റെ ഭാഗത്തേക്ക് ഉണ്ടാകണം എന്ന് ദൈവം ആഗ്രഹിക്കും. നമ്മൾ റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിലാണ് ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നത്. റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിന്റെ 18-19 വാക്യങ്ങളിൽ പൗലോസ് പറയാണ്, നിങ്ങൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു നീതിക്ക് ദാസന്മാരായി തീർന്നിരിക്കുന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. റോമർ 6:18. 19-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയാണ്, നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീന നിമിത്തം ഞാൻ മാനുഷ്യ രീതിയിൽ പറഞ്ഞു. പൗലോസ് ഒരു എക്സാമ്പിൾ ഉപയോഗിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യനും ഈ ദൈവിക കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുള്ള പെട്ടെന്ന് മനസ്സിലാകാത്തതുകൊണ്ട് ഒരു എക്സാമ്പിൾ കൂടി പറയാണ്. നിങ്ങളുടെ അവയവങ്ങളെ അവിടെ പറയുകയാണ്, ജസ്റ്റ് as you presented the members of slaves to impurity. എന്നിട്ട് നിങ്ങളുടെ അവയവങ്ങളെ മുമ്പ് പാപത്തിന് നിങ്ങൾ സമർപ്പിച്ചു, പക്ഷെ അതിന് നിങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യമില്ലാത്തൊരു അവസ്ഥയായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ ചെയ്തെങ്കിലേ ഒക്കുള്ളൂ. അതാണ് റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അല്ലാതെ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും പറ്റത്തില്ല, ഓട്ടോമാറ്റിക്കലി അങ്ങനെ തന്നെ ആയിപ്പോകും. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്, ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായിട്ട് നീതിക്ക് അടിമകളായിട്ട് സമർപ്പിക്കുന്നു. നൗ പ്രസന്റ് യുവർ മെമ്പേഴ്സ് as slaves to righteousness resulting sanctification. അന്നേരം നമ്മളുടെ ഭാഗത്ത് നിന്ന് നമ്മൾ വിൽഫുൾ ആയിട്ട് കർത്താവിന് സമർപ്പിക്കണമെന്ന് പറയണം. അതിനാണ് നമുക്കിപ്പോൾ കഴിയുന്നത്. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചതുകൊണ്ടാണ് ഇത് കഴിയുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് പാപത്തിന് ദാസനായിരുന്നപ്പോൾ നിങ്ങൾ നീതിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ലായിരുന്നു, എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സമർപ്പിക്കാനായിട്ട് കഴിയുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ വിൽഫുൾ ആയിട്ട് നിങ്ങൾ കർത്താവിന് സമർപ്പിക്കണം. എന്നിട്ട് ഇത് നമ്മുടെ ഭാഗത്തു നിന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പ് എന്ത് സംഭവിക്കണം? ഇതിനു മുമ്പ് ദൈവം ക്രൂശിൽ ചെയ്ത ആ പ്രവൃത്തി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മുടെ മൈൻഡ് നമ്മൾ അതുകൊണ്ട് ഏറ്റെടുക്കുകയും അതിനോട് റെക്കൻ ചെയ്യുകയും നമ്മുടെ ശരീരത്തെ സമർപ്പിക്കുകയും ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ ഒരു ഓർഡർ ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ വിശദീകരിക്കാം. അതുകൊണ്ടാണ് റോമാലേഖനം ഇതേ തന്നെ റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ പൗലോസ് പറയാണ്, നിങ്ങൾ പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുവിന് ജീവിക്കുന്നവരെന്നും നിന്ന് നിങ്ങളെ തന്നെ എണ്ണുവിൻ, റെക്കൻ യുവർ സെൽഫ്. ഈ ട്രൂത്തിനോട് നിങ്ങൾ മൈൻഡ് കൊണ്ട് നിങ്ങൾ റെക്കൻ ചെയ്യണം. അത് നിങ്ങൾ ഹൃദയപൂർവ്വം വിശ്വസിച്ച് ഏറ്റെടുക്കണം. അതുകൊണ്ടാണ് റോമാലേഖനത്തിനെ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ അവരേത് പഠിപ്പിച്ചു, അപ്പോസ്തലന്മാർ കണ്ടിന്യൂസ് ആയിട്ട് പഠിപ്പിച്ചു എന്നാണ് അർത്ഥം. പഠിപ്പിച്ച ഉപദേശ രൂപത്തെ നിങ്ങൾ ഹൃദയപൂർവ്വം വിശ്വസിച്ചപ്പോൾ നിങ്ങൾ പാപത്തിൽ സ്വതന്ത്രരായി. അതായത് ആദ്യം നിങ്ങൾ ഇത് വിശ്വസിക്കണം. നിങ്ങൾ പാപത്തിൽ സ്വതന്ത്രരായി എന്നുള്ള സത്യം നിങ്ങൾ വിശ്വസിച്ചെങ്കിലേ ഒക്കെ ഉള്ളൂ. വിശ്വസിച്ചതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അവയവങ്ങളെ സമർപ്പിക്കാം. ഇത് തന്നെയാണ് പൗലോസ് റോമാലേഖനം 12-ാമത്തെ അധ്യായത്തിലേക്കും വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം, നിങ്ങളുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയുമുള്ള യാഗങ്ങളായിട്ട് സമർപ്പിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ നടക്കണം. നമ്മുടെ മൈൻഡ് ഷുഡ് ബി റിന്യൂഡ് ആൻഡ് അവർ മെമ്പേഴ്സ് ഷുഡ് ബി സബ്മിറ്റഡ് ആസ് ദ ഇൻസ്ട്രുമെന്റ് ടു റൈച്ചസ്നെസ്. എന്നിട്ട് ഇതിനൊരു പ്രശ്നമുണ്ട്. ഇവിടെ ഒരു പ്രശ്നം കിടക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മൈൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പാപത്തിൽ നിന്ന് സ്വതന്ത്രരായെങ്കിൽ നമ്മുടെ മൈൻഡും നമ്മുടെ ശരീരവും ആ പഴയ മാസ്റ്ററെ അനുസരിച്ച് ട്യൂണ്ടായിരിക്കുന്ന മനസ്സും ട്യൂണ്ടായിരിക്കുന്ന ശരീരവുമാണ്. എന്നിട്ട് ഇത് കണ്ടിന്യൂസ് ആയി ദൈവവചന സത്യങ്ങൾ നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും നമ്മൾ ശരീരത്തെ സമർപ്പിക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൽ കൂടി മാത്രമേ നമുക്ക് വിശുദ്ധീകരണം സാധ്യമാവുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായിട്ട് നീതിയുടെ അടിമകളായിട്ട് സമർപ്പിക്കുമെന്ന് പറഞ്ഞു. ഈ കാര്യം പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കുറച്ചുകൂടി വിശദീകരിച്ച ചില കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ മനസ്സ് ദൈവവചന സത്യങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ ട്രെയിൻ ആക്കണം. ഇവിടെയാണ് ദൈവവചനം പഠിപ്പിക്കേണ്ടതിന്റെ ആവശ്യം വരുന്നത്.
അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം നിങ്ങൾ വിശ്വസിച്ചപ്പോഴാണ് നിങ്ങൾക്ക് ഈ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കഴിഞ്ഞത്. അന്നേരം നമ്മുടെ മൈൻഡിൽ ഈ ഒരു ട്രൂത്ത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അന്നേരം പുത്രനാണ് നിങ്ങളെ സ്വതന്ത്രനാക്കുന്നത്. എന്നാൽ ആ പുത്രൻ സ്വതന്ത്രനാക്കിയത് ഏത് രീതിയിലാണ്? യേശുക്രിസ്തു ക്രൂശിൽ ചെയ്ത ആ സത്യം, ആ ഒരു കാര്യം എന്താണ് നിങ്ങൾ അറിയുകയും അതറിയുമ്പോഴാണ് നിങ്ങൾ സ്വതന്ത്രരാകുകയും. യോഹന്നാന്റെ സുവിശേഷം 8:38. അത് തന്നെയാണ് റോമർ 6:17 പറഞ്ഞിരിക്കുന്നത്, നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ നിങ്ങൾ ഹൃദയപൂർവ്വം വിശ്വസിച്ചപ്പോൾ. അന്നേരം ഞാനൊരു കാര്യം കൂടി വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഈ ഫാക്ട്സ് ആൻഡ് ഫീലിങ്സ്, ഇത് നമ്മളുടെ വ്യത്യാസം മനസ്സിലാക്കും. സത്യവും ഫീലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നലുകൾ, സത്യവും തോന്നലുകളും നമ്മൾ വ്യത്യാസം, ഫാക്ട്സും ഫീലിങ്സും നമ്മളുടെ വ്യത്യാസം മനസ്സിലാക്കണം. അന്നേരം വീണ്ടും ജനിച്ചൊരു വ്യക്തി, ആ വ്യക്തി ഫീലിങ്സ് അനുസരിച്ചാണ് ജീവിക്കുന്നത്, ആ വ്യക്തി വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നമ്മുടെ വിശ്വാസം എന്നുള്ളത് ചില യേശുക്രിസ്തു ക്രൂശിൽ ചെയ്ത ചില സത്യങ്ങളിൽ റൂട്ടഡ് ആയിരിക്കണം. അപ്പോൾ മാത്രമേ ആ വിശ്വാസം ശരിയാവുകയുള്ളൂ, അല്ലെ? നമ്മുടെ കള്ളത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ ആ വിശ്വാസം ശരിയല്ല. ഒരു സത്യത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതായത് ഒരു ഫാക്റ്റിൽ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു, ഒരു ഫാക്റ്റിൽ ബേസ്ഡ് ആയിരിക്കണം നമ്മുടെ ഫെയ്ത്ത്. ആ ഫാക്ട് എന്താണ്? യേശുക്രിസ്തു ക്രൂശിൽ നമ്മളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ള ഫാക്ട് മാത്രമല്ല, അത് വിശ്വസിച്ചപ്പോഴാണ് നമുക്ക് പാപക്ഷമ ലഭിച്ചത്. റോമാലേഖനം 5:16 അത് പറഞ്ഞു, 5:6 പറഞ്ഞു. എന്നാൽ റോമർ 6:6 പറഞ്ഞിരിക്കുകയാണ്, നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടോടുകൂടി നമ്മൾ പാപത്തിൽ നിന്ന് സ്വതന്ത്രരായിരിക്കും. ഈ ഒരു ഫാക്റ്റിൽ നമ്മുടെ ഫെയ്ത്ത് ബേസ്ഡ് ആയിട്ട് നമ്മൾ മുമ്പോട്ട് പോകണം. അങ്ങനെ നമ്മൾ ആ ട്രൂത്തിനെ അനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ഫീലിങ്സ് നമ്മുടെ പുറകെ വരും. അതായത് നമ്മുടെ ഫാക്റ്റും ഫീലിംഗും തമ്മിലുള്ള വ്യത്യാസം അതുകൊണ്ടാണ്. അതായത് എന്താണ് ഇവിടുത്തെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം? ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ ഒരു സത്യം, ഈ ഒരു സുവിശേഷ സത്യം പലരും പ്രസംഗിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പല ആൾക്കാർക്കും ഇത് മനസ്സിലാവുന്നില്ല. ഞാൻ വേറൊരു രീതിയിലായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കാം. നിങ്ങൾ ഒരു നേഴ്സിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഞാൻ കേൾക്കുന്ന വ്യക്തികളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ടോ ഒരു ഫാൻറ്റം ലിംബ് എന്ന് പറയുന്ന ഒരു ഫിനോമിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഫാൻറ്റം ലിംബ്? ഫാൻറ്റം ലിംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു കാര്യം വിശദീകരിക്കാനായിട്ടാണ് ഞാൻ പറയുന്നത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഫാക്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്, ഫാക്ട് ഈസ് സംതിങ് ഹാപ്പൻഡ് ഇഫ് യു ഫീൽ ഇറ്റ് ഓർ നോട്ട്. നിങ്ങൾക്കൊരു അത് ഫീൽ ചെയ്താലും ഫീൽ ചെയ്തില്ലെങ്കിലും ഫാക്ട് ഈസ് ഓൾവേസ് ഫാക്ട്. നിങ്ങൾക്കത് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ആ ഫാക്ട് തന്നെയാണ്. നിങ്ങൾക്ക് ഫീൽ ചെയ്താലും ഫീൽ ചെയ്തില്ല, ആ ഫാക്ട് തന്നെയാണ്. ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ, ഫീലിങ്സ് ഈസ് സംതിങ് ഫോളോസ് വെൻ യു ബിലീവ് എ ഫാക്ട്. അതായത് ഫീലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാക്റ്റിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുമ്പോൾ ഫീലിങ്സ് പുറകെ വരുന്നതാണ്. അതായത് വിശ്വാസികളുടെ ജീവിതം എപ്പോഴും ഫീലിങ്സിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല, ഫാക്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അതായത് ഫാൻറ്റം ലിംബ് എന്ന് പറഞ്ഞാൽ ഞാൻ വിശദീകരിക്കാം. ഫാൻറ്റം ലിംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില ആൾക്കാരുടെ അവർക്ക് ഈ കാലുകൾക്ക് കൈകൾക്കൊക്കെ അസുഖങ്ങൾ വന്ന് ഒരുപാട് വർഷങ്ങൾ ഈ കാലിൽ വ്രണമോ അങ്ങനത്തെ പോയി ഒരു ഇൻഫെക്ഷനോ ഒക്കെ വന്നിട്ട് കാല് മുറിച്ച് കളയേണ്ടി വരാറുണ്ട് പല വ്യക്തികൾ. ഞാൻ നേരിട്ട് ചിലരോട് സംസാരിച്ചിട്ട് തന്നെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, ഈ കാല് മുറിച്ച് കളയപ്പെട്ടാൽ പോലും, ഇല്ലെങ്കിൽ അവരുടെ ഒരു അവയവം കയ്യോ കാലോ മുറിച്ച് കളയപ്പെട്ട് കഴിഞ്ഞാൽ പോലും ഇവർക്കത് ഫീൽ ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഇവർ കാല് പോയി എന്നുള്ള ഒരു സത്യം ഇവർക്ക് യാഥാർത്ഥ്യമായിട്ട് മനസ്സിലാവുകയില്ല. മാത്രമല്ല, അവർക്ക് ആ കാല് അവിടെ ഉണ്ട് എന്ന് അവർക്ക് ഫീൽ ചെയ്യും. ഇതൊരു സത്യമാണ്. നിങ്ങൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ മതി, ഫാൻറ്റം ലിംബ് ഫിനോമിനൻ എന്നുള്ളത്, ഇല്ലെങ്കിൽ ഫാൻറ്റം ലിംബ് സിൻഡ്രോം എന്നുള്ളത് ചിന്തിച്ച് നോക്കിയാൽ. ഈ ഒരു കാല് മുറിച്ച് കളഞ്ഞ ഒരു വ്യക്തിക്ക് ആ കാല് അവിടെ ഉണ്ട് എന്ന് പരിപൂർണമായിട്ട്, ഈവൻ ആ കാലിൽ മുറിച്ച് കളഞ്ഞ ഭാഗത്തെ പെയിൻ വരെ അവർക്ക് ഫീൽ ചെയ്യും. ഇത് വർഷങ്ങളോളം ഇവർക്ക് തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് ട്രീറ്റ് ചെയ്ത് മാറ്റാനായിട്ട് കഴിയത്തില്ല, ഒരു മരുന്ന് കൊടുത്തിട്ട് ഇത് മാറ്റാനായിട്ട് കഴിയത്തില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം അവരടുത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ആ കാല് അവിടെ ഉണ്ട്, കാല് മുറിഞ്ഞു പോയിട്ടില്ല എന്നുള്ളത് പറഞ്ഞു. കാരണം ആ കാലിന്റെ അനുസരിച്ചിട്ടാണ് ഇവരുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം വർക്ക് ചെയ്തുകൊണ്ടേയിരുന്നത്. അപ്പോൾ ഇവരടുത്ത് എന്താണ് ചെയ്യുന്നത്? പിന്നെ ഇവർക്ക് ഒരു മാനസിക ട്രീറ്റ്മെന്റ് ആണ് ഇവർക്ക് കൊടുക്കുന്നത്. അവരുടെ മനസ്സിനെ ഇവർ പറഞ്ഞു പഠിപ്പിക്കുകയാണ്, സൈക്കോളജിസ്റ്റ് ഒക്കെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്, ആ കാല് മുറിച്ചു മാറ്റപ്പെട്ടു, ആ കാല് നിങ്ങൾക്ക് ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞ് ഇവരുടെ മൈൻഡിനെ ട്യൂൺ ചെയ്തുകൊണ്ടേയിരിക്കും. ഇല്ലെങ്കിൽ മൈൻഡിനെ പഠിപ്പിച്ചിട്ട് ഈ സത്യത്തോട് ആ മൈൻഡ് റെക്കൺസൈൽ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ഫീൽ ചെയ്യുകയാണ് കുറച്ച് കഴിയുമ്പോൾ ആ കാലം അവിടെ ഇല്ല എന്ന്. ഞാൻ എന്താണ് ഇത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും വീണ്ടും ജനിച്ച വ്യക്തികൾക്ക് ആ പാപ സ്വഭാവം ഫീൽ ചെയ്യാനായിട്ട് കഴിയും. പഴയ മനുഷ്യൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് കഴിയും. കാരണം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ മൈൻഡ് റിന്യൂഡ് അല്ല. നമ്മുടെ മൈൻഡ് പഴയ മനുഷ്യനാൽ നിയന്ത്രിക്കപ്പെട്ടവനാണ്. നമ്മുടെ ശരീരം പഴയ മനുഷ്യനാൽ നിയന്ത്രിക്കപ്പെട്ടവനാണ്.
ഇവിടെയാണ് ദൈവവചന സത്യങ്ങളുടെ പ്രാധാന്യം വരുന്നത്. അവിടെയാണ് അതുകൊണ്ടാണ് റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ പൗലോസ് തുടർച്ചയായിട്ട് പറയുന്നത്, നിങ്ങൾ അറിയുന്നില്ലയോ, നിങ്ങൾ അറിയണം, യു മസ്റ്റ് റെക്കൺ ടു ദിസ് ഫാക്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. രണ്ട് സത്യങ്ങൾ ദൈവമക്കൾ അറിയണം. ഒന്ന്, നമ്മുടെ പാപസ്വഭാവം നമ്മൾ നീക്കപ്പെട്ടു, നാം പാപത്തിൽ നിന്ന് സ്വതന്ത്രനായി. രണ്ട്, ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വസിക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വരുമ്പോൾ പൗലോസ് വിശ്വാസത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചു. റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ നിങ്ങൾ പാപസംബന്ധമായി മരിച്ചവരെന്നും പാപത്തിൽ നിന്ന് സ്വതന്ത്രരായെന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചാൽ അതേപോലെ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്തായാലും ഈ അറിവിന് പ്രത്യേകതയുണ്ട്. ബൈബിൾ പഠിപ്പിക്കുന്ന ബൈബിളിലെ തിയോളജിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ബിബ്ലിക്കൽ ട്രൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഫീലിങ്ങുകളല്ല, നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞ് കുറെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതല്ല. ദൈവവചന സത്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ കാര്യങ്ങൾ മുമ്പോട്ട് പോകുകയുള്ളൂ. എന്നാലും ഞാനെന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് പൗലോസ് തുടർന്ന് പഠിപ്പിക്കുന്നത്. റോമാലേഖനം 12-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും പൗലോസ് പറയാണ്, നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ പറയാണ്, നിങ്ങൾ ഇങ്ങനെ എണ്ണുവിൻ. അങ്ങനെ നമ്മൾ എണ്ണുമ്പോൾ, അങ്ങനെ നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ശരീരങ്ങളെ കർത്താവിന്റെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായിട്ട് സമർപ്പിക്കാനായിട്ട് കഴിയും. ഇവിടെയാണ് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ 2-ാം ഭാഗം വരുന്നത്. 1-ാമത്തെ ഭാഗം ഞാൻ ഇത്രയും വിശദീകരിച്ചു, ഞാൻ ഇനി ഇത് വിശദീകരിക്കില്ല, ഞാനിത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിച്ചാണ്. 2-ാം ഭാഗത്ത് എന്താണ്, അങ്ങനെ ഉള്ള വ്യക്തികൾ തങ്ങളുടെ ശരീരത്തെ ദൈവത്തിന്റെ ആയുധങ്ങളായിട്ട് സമർപ്പിക്കുമ്പോൾ, അങ്ങനെ ജീവിക്കുമ്പോൾ അവരിൽ കൂടി ദൈവത്തിന് പർപ്പസ് നിവർത്തിക്കാനായിട്ട് കഴിയും. ഇതിനെയാണ് ബൈബിളിൽ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, യേശുക്രിസ്തു ഏറ്റവും കൂടുതൽ റെഫർ ചെയ്ത തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞ് 2-ാമത്തെ ക്രൂശ് അവിടെയാണ് വരുന്നത്. ആദ്യത്തെ ക്രൂശ് നമ്മുടെ പഴയ മനുഷ്യനെ ഡീൽ ചെയ്തെങ്കിൽ, അവനിൽ നമ്മളെ സ്വതന്ത്രരാക്കിയെങ്കിൽ, ആ മാസ്റ്ററിൽ നമ്മളെ സ്വതന്ത്രരാക്കിയെങ്കിൽ, 2-ാമത്തെ ക്രൂശ് നമ്മുടെ ജഡത്തെ ക്രൂശിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാൻ വേണ്ടിയിട്ട്, കർത്താവിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഇഷ്ടങ്ങൾ ഇപ്പോഴും ഇൻക്ലൈൻഡ് ആയിട്ടിരിക്കുന്ന ആ ഇഷ്ടങ്ങൾ മാറ്റി കർത്താവിന്റെ ഇഷ്ടം ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കും. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, കർത്താവ് നമ്മൾ കൂടി വസിച്ചുകൊണ്ട് കർത്താവിന്റെ ഒറിജിനൽ പർപ്പസ് ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ കൂടി ചെയ്യും. ഇതിനെയാണ് ബൈബിൾ ക്രൂശെടുത്തുകൊണ്ട് കർത്താവിനെ നിയമിക്കുക, ജഡത്തെ ക്രൂശിക്കുക, ആത്മാവിനെ അനുസരിച്ച് കിടക്കുക, വർക്ക്ഔട്ട് യുവർ സാൽവേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഞാൻ ആ വാക്യത്തിലേക്ക് കൂടെ പെട്ടെന്ന് പോയിട്ട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വിശദീകരിക്കുന്നത്. ഫിലിപ്പിയ ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ഈ ലോകത്തിൽ നിങ്ങൾ കർത്താവിനെ അനുസരിക്കുന്നതിന്റെ കാര്യം പറഞ്ഞു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഫിലിപ്പിയ ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ, അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ച പോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തായിരിക്കുമ്പോഴും ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടി നിങ്ങളുടെ രക്ഷ പ്രാവർത്തിക്കുന്നു. വർക്ക്ഔട്ട് യുവർ സാൽവേഷൻ എന്ന് പറഞ്ഞിട്ട് പറയാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് കഴിയുന്നത്? എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അവയവങ്ങളെ സമർപ്പിക്കാനായിട്ട് കഴിയുന്നത്? എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സ് രൂപാന്തരപ്പെടുത്താനായിട്ട് കഴിയുന്നത്? കാരണം പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളുടെ ഉള്ളിൽ ദൈവം വസിച്ചുകൊണ്ട് ദൈവം നിങ്ങളുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളവും ഉണ്ടായിട്ട് വർക്ക് ചെയ്യുന്നത്. ഫോർ ഗോഡ് ഈസ് വർക്കിംഗ് ഇൻ യു ടു ബോത്ത് ടു വിൽ ആൻഡ് ടു വർക്ക് ഫോർ ഹിസ് ഗുഡ് പ്ലഷർ. ദൈവത്തിന്റെ ഹിതപ്രകാരം നിങ്ങൾക്ക് പ്രവർത്തിക്കാനായിട്ട് ദൈവം നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ടാണ് നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്ന് അറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അങ്ങനെ ദൈവം നമ്മളുടെ ഉള്ളിൽ വർക്ക് ചെയ്യുകയും നമ്മൾ അതിനോടുകൂടി സമർപ്പിച്ചുകൊണ്ട് നമ്മൾ കുറിച്ചെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ പറഞ്ഞിരിക്കുകയാണ്, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നമ്മൾ യഥാർത്ഥത്തിൽ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പ്രകാശിക്കും. അന്നേരം ഇൻഡിവിജ്വലി ദൈവത്തിന്റെ ഒറിജിനൽ പർപ്പസ്, ദൈവം മനുഷ്യനെ എന്തിനാണ് സൃഷ്ടിച്ചത്? ദൈവത്തിന്റെ ഗ്ലോറി വെളിപ്പെടുത്തുക. ആ ഒരു ഇൻസ്ട്രുമെന്റിന്റെ യഥാർത്ഥ ഫംഗ്ഷൻ നമ്മളുടെ ജീവിതത്തിൽ വേണം. എന്നിട്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു ഇൻസ്ട്രുമെന്റിനെ അത് ഉണ്ടാക്കിയ ആളുടെ ഫംഗ്ഷനാണ് അത് വർക്ക് ചെയ്യേണ്ടത്. ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയതിന്റെ യഥാർത്ഥ പർപ്പസ് ഈ ലോകത്തിൽ ദൈവത്തിന്റെ ഗ്ലോറി വെളിപ്പെടുത്താനാണ്, ജ്യോതിസുകളെ പ്രകാശിക്കുക. അത് നമുക്ക് തന്നെ ഉണ്ടാക്കാൻ കഴിയുന്നതല്ല. നമ്മൾ ഒരു ലൈറ്റ് വർക്ക് ചെയ്യണമെങ്കിൽ ലൈറ്റ് അതിന്റെ സോഴ്സിൽ കണക്ട് ആയിരിക്കണം. ആ സോഴ്സ് അതിൽ കൂടി, ആ പവർ അതിൽ കൂടി പ്രവർത്തിച്ചിട്ട് മാത്രമേ ഒരു ലൈറ്റായിട്ട് വർക്ക് ചെയ്യാനായിട്ട് കഴിയൂ. അന്നേരം ദൈവം അത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്തെന്താണ്? നമ്മുടെ പാപസ്വഭാവത്തെ നീക്കി, നമ്മുടെ വൈറസിനെ നീക്കി, നമ്മളെ പാപത്തിൽ നിന്ന് സ്വതന്ത്രരാക്കി ദൈവമായിട്ടുള്ള കണക്ഷനിലേക്ക് കൊണ്ടുവന്നു. ഇനി ദൈവത്തെ നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് വർക്ക് ചെയ്യാനായിട്ട് കഴിയും. ദൈവം വർക്കിംഗ് ഇൻ, God is working in and we are working out and we are manifesting God's glory in this perverted and crooked world. അതാണ് ദൈവം പഠിപ്പിക്കുന്നത്. അങ്ങനെ മാത്രമേ, പൗലോസ് പറയാണ്, അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ എനിക്ക് സന്തോഷം ഉണ്ടാകുന്നത് കഴിയുന്നത്.
നിങ്ങൾ കുറെ പേര് സ്വർഗത്തിൽ പോയതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷം ഒന്നും ഉണ്ടാകത്തില്ല. ഇതൊരു സുവിശേഷകന്റെ അൾട്ടിമേറ്റ് പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി കുറെ ആൾക്കാരെ എങ്ങനെയെങ്കിലും സ്വർഗത്തിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ടുള്ള മാർഗമല്ല സുവിശേഷം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസ ഉണ്ടാകും. ക്രിസ്തുവിന്റെ നാളിൽ പൗലോസിന് പ്രശംസിക്കണമെങ്കിൽ എന്താണ്? കുറെ ആൾക്കാരെ, ഒരു കൂട്ടം ആൾക്കാരെ, ഇത്രയും പേരെ ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോയി എന്നുള്ളതല്ല പൗലോസിന് പ്രശംസ. പൗലോസിന്റെ പ്രശംസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലോകത്തിൽ വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയുടെ നടുവിൽ ഈ ക്രൂക്കഡ് ആൻഡ് പെർവേർട്ടഡ്, ദൈവത്തിനെതിരെ വർക്ക് ചെയ്യുന്ന, പാപത്തിന്റെ പ്രമാണത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടം ജനങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ പ്രമാണത്തിൽ വർക്ക് ചെയ്യുന്ന, ലോകത്തിൽ ഇരുട്ടിന് നടുവിൽ ജ്യോതിഷുകളെ പോലും പ്രകാശിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ പൗലോസിന് കാണിച്ചു കൊടുക്കാനായിട്ട് കഴിയുമ്പോൾ പൗലോസിന് പ്രശംസിക്കാനായിട്ട്. അതുകൊണ്ട് ആ ഒരു പ്രവൃത്തിയിൽ, അതിൽ എൻ്റെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കുന്നത്. ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നത്, ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് അൾട്ടിമേറ്റ് ആയിട്ട് ഇൻഡിവിജ്വലി ദൈവത്തിന് മനുഷ്യനെ പറ്റിയുള്ള പർപ്പസ്. അതാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ഇത് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ദൈവം ഉള്ളിൽ വസിച്ചുകൊണ്ട് ആ പ്രവൃത്തി ചെയ്യുന്ന പോലെ യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യും. അങ്ങനെ നമുക്ക് ഈ ലോകത്തിൽ ജ്യോതിസുകളെ പോലെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് നമുക്ക് പ്രകാശിക്കാനായിട്ട് കഴിയും. ഇതാണ് ഇൻഡിവിജ്വലി നമ്മളെ പറ്റി ഉള്ള ദൈവത്തിന്റെ ആഗ്രഹം. എന്നാൽ അവിടെയും തീരുന്നില്ല. നമ്മൾ അങ്ങനെ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുമ്പോൾ, റോമാലേഖനം 12-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയണം, നമ്മൾ ഇൻഡിവിജ്വലി ദൈവത്തിന്റെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ ശരീരമായി മാറുക, കർത്താവിന്റെ ഒരു ഫുൾ ബോഡി ആയിട്ട് നമ്മൾ മാറുകയാണ്. കർത്താവ് നമ്മളിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തിയാണ്. അന്നേരം നമ്മുടെ കണ്ണുകളെ ദൈവം ഉപയോഗിക്കുന്നു, ദൈവത്തിന്റെ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നു. നമ്മുടെ കൈകളെ ദൈവത്തിന്റെ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നു. നമ്മുടെ കാലുകളെ ദൈവത്തിന്റെ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നു. നമ്മുടെ മൈൻഡിനെ ദൈവം റിന്യൂ ചെയ്ത് ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നു. അങ്ങനെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തി ശരീരത്തിലെ പ്രവർത്തിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഒറിജിനൽ ഇഷ്ടം നമ്മൾ കുറിച്ചു. അവിടെ വെച്ച് തീരുന്നില്ല. അങ്ങനെയുള്ള വ്യക്തികൾ ഒരുമിച്ച് ചേരുന്നു, അവർ ഒരു ശരീരമായിട്ട് തീരും. ഇൻഡിവിജ്വലി ഒരു ശരീരമാണെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾ ഒരുമിച്ച് ചേരുമ്പോൾ അവരൊരു കോർപ്പറേറ്റ് ബോഡി ആയിട്ട് തീരാണ്. അതാണ് ഞാൻ പറഞ്ഞത്, കുടുംബത്തിലാണ് ആദ്യം സംഭവിക്കുന്നത്, പിന്നീട് അത് ദൈവസഭയിൽ സംഭവിക്കും. ദൈവസഭയിൽ സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ദൈവസഭയിൽ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ശരീരമല്ല, നമ്മൾ ഇൻഡിവിജ്വലി അവയവങ്ങളായി മാറുക. അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനത്തിലേക്ക് വരുമ്പോഴേക്കും പൗലോസ് 1 കൊരിന്ത്യർ അതിന്റെ 12-ാമത്തെ അധ്യായത്തിൽ പൗലോസ് കർത്താവിന്റെ ശരീരത്തിന്റെ ചർച്ചിലെ ഫംഗ്ഷൻ പറയുമ്പോൾ പറയാണ്, എന്നാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും, നിങ്ങൾ ഇൻഡിവിജ്വലി ക്രിസ്തുവിന്റെ ശരീരമാണ്. കർത്താവ് നിങ്ങൾ വസിച്ചുകൊണ്ട് കർത്താവിന്റെ കൈയായിട്ടും കർത്താവിന്റെ കാലായിട്ടും കർത്താവിന്റെ നാവായിട്ടും നിങ്ങൾ ഉപയോഗിക്കുന്നു, ഇൻഡിവിജ്വലി ഉപയോഗിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും ഉപയോഗിക്കുന്നു. എന്നാൽ കോർപ്പറേറ്റ്ലി നിങ്ങൾ ഓരോരുത്തരായി വെവ്വേറെയായിട്ട് അവയവങ്ങളാണ്. അന്നേരം ഒരു ദൈവസഭയിൽ നമ്മളുടെ പർപ്പസ് നമ്മൾ തിരിച്ചറിയുന്നു, അങ്ങനെ നമ്മൾ ഒരു ശരീരമായിട്ട് പണിപ്പെടുന്നു. അതാണ് റോമാലേഖനം 12-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് ഇതേ ഓർഡറിൽ തന്നെ പറയാണ്, ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ, എന്നാൽ എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നുമില്ലാനും അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും തമ്മിൽ അവയവങ്ങളുമാകും. അങ്ങനെ നമ്മൾ ഒരു കോർപ്പറേറ്റ് ബോഡിയായി, ഒരു ലോക്കൽ ബോഡിയായിട്ട്. അങ്ങനെ ഇൻഡിവിജ്വലായിട്ടുള്ള കല്ലുകൾ ചേർന്ന് ഒരു മന്ദിരമായിട്ട് പണിയപ്പെടുന്നു, ഗോതമ്പ് പൂണയിൽ പൊടിഞ്ഞു ചേർന്ന് അപ്പമായിട്ട് രൂപപ്പെടുന്നു. ജീവനുള്ള അവയവങ്ങൾ ചേർന്ന് ജീവനുള്ള ശരീരമായിട്ട്. ഈ ഒരു ചർച്ചിൽ, ഇങ്ങനെയുള്ള ദൈവസഭയിൽ മാത്രമേ ദൈവത്തിന്റെ പ്രിൻസിപ്പിൾസ് അപ്ലിക്കബിൾ ആവുള്ളൂ. ഈ ഒരു ദൈവസഭ, ഇങ്ങനെയുള്ള ചർച്ചകളിൽ കൂടിയാണ് ദൈവത്തിന്റെ ഗ്ലോറി വെളിപ്പെടുന്നത്. അന്നേരം ഞാനിത് ഏറ്റവും ബേസിക് ആയിട്ട് ഇതിന്റെ അടിസ്ഥാന കാര്യങ്ങൾ വീണ്ടും വിശദീകരിച്ചത് കഴിഞ്ഞ ആഴ്ചയിൽ പലർക്കും സംശയമുള്ളതായതുകൊണ്ട് ഞാൻ സമയമെടുത്ത് വിശദീകരിച്ചാണ്. ഐ വിൽ നോട്ട് ബി റിപ്പീറ്റിംഗ് ദിസ് അഗൈൻ. അന്നേരം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പോസ്തലന്മാര് ഇതിന്റെ മുകളിലേക്കുള്ള കല്ലുകൾ വെച്ച് ദൈവസഭയിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്. അന്നേരം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വ്യക്തികൾ ആ രീതിയിൽ വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ ദൈവത്തിന് ഒരു കോർപ്പറേറ്റ് ആയിട്ടുള്ള ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു ലോക്കൽ ചർച്ചിനെ ബിൽഡ് ചെയ്യാനായിട്ട് കഴിയും. ആ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കല്ലുകൾ, ഈവൻ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കാത്ത വ്യക്തികൾക്ക് ഇത് ചെയ്യാനായിട്ട് കഴിയത്തില്ല. അല്ലെങ്കിൽ വീണ്ടും ജനിക്കാത്ത വ്യക്തികൾ, ഇനി പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു എന്നാൽ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കാതെ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികൾക്ക് ഒരുമിച്ച് പണിയപ്പെടാനായിട്ട് കഴിയത്തില്ല. അങ്ങനെയുള്ളിടത്ത് നമ്മൾ മുമ്പോട്ട് പറയുന്ന കാര്യങ്ങൾ, പ്രാക്ടിക്കൽ കാര്യങ്ങൾ അപ്ലിക്കബിളും അല്ല. എൻ്റെ വാക്കുകൾ നിർത്തിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി വിശദീകരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. മുമ്പോട്ടുള്ള ക്ലാസ്സുകളിൽ നമ്മൾ കൂടുതലായിട്ട് ദൈവസഭയുടെ അടിസ്ഥാനപരമായിട്ട് എങ്ങനെയായിരുന്നു ആദിമസഭ വർക്ക് ചെയ്യുന്നത്, ഈ ഒരു അടിസ്ഥാനത്തിന്മേൽ നിന്നുകൊണ്ട് എങ്ങനെ വർക്ക് ചെയ്തു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാനായിട്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് കഴിയും. നമ്മൾ ആയിരിക്കും ദൈവസഭകൾ അങ്ങനെയാണോ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഹൃദയഭാരമുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, പല ആൾക്കാർക്കും ദൈവസഭയെ പറ്റി അടിസ്ഥാനപരമായിട്ടുള്ള ബോധ്യമില്ലാത്തത് കൊണ്ടാണ് അവർ സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുന്നത്. എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ കുപ്പിപ്പാല് കുടിച്ചുകൊണ്ട് നടക്കുന്ന വിശ്വാസികളെ കൊണ്ട് സഭകൾ നിറയുകയും കുപ്പിപ്പാല് ഒഴിച്ച് കൊടുക്കുന്ന ഇടയന്മാരെ കൊണ്ട് സഭകൾ വെറും കിൻഡർ ഗാർഡൻ ലെവലിൽ നിൽക്കുകയും ചെയ്യുന്നതിന്റെ കാര്യം
ദൈവസഭയെ പറ്റി യാതൊരു ബോധ്യമില്ലാത്തതുകൊണ്ട് അവർ സാറ്റിസ്ഫൈഡ് ആണ്. അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഒക്കെ ഒരു കുഴപ്പമില്ല, എല്ലാം നന്നായിട്ട് പോകുന്നു എന്ന് പറയും. ഞാൻ പറഞ്ഞല്ലോ, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ പോലെ അവരിയ്ക്കുന്നതിന് കാര്യം ദൈവസഭയെ പറ്റിയുള്ള ദൈവത്തിന്റെ പർപ്പസ് അറിയാത്തതുകൊണ്ടാണ്. അത് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ വിശദീകരിക്കാം. എങ്ങനെയാണ് നീതിയുടെ വചനത്തിൽ അഭ്യാസപ്പെട്ടവരായിട്ട് ആൾക്കാർ ആത്മീയമായിട്ട് വളരുമ്പോൾ അവർ ഇൻഡിവിജ്വലായിട്ടും അവരുടെ കുടുംബങ്ങളിലും ദൈവസഭകളിലും ഒരു ട്രൂ ചർച്ചായിട്ട് ബിൽഡ് ചെയ്യപ്പെടാനായിട്ടും ദൈവത്തിന്റെ യഥാർത്ഥത്തിലുള്ള ദൈവസഭയുടെ കാര്യങ്ങൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടും ദൈവത്തിന് കഴിയും. അത് നമുക്ക് മുമ്പോട്ടുള്ള ക്ലാസ്സുകൾ ചിന്തിക്കാം. എന്തെങ്കിലും സംശയങ്ങൾ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ. അല്ല ബ്രദറെ, ഒരു കാര്യം നമ്മൾ പോലെ തന്നെ ഈ പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള ഒരു വിടുതലും കർത്താവ് ക്രൂശിൽ സാധിച്ചു തന്നു. സാത്താനെ താഴ്ന്നു തകർക്കും എന്ന് പറഞ്ഞ ആ ഉൽപ്പത്തിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അതില് ഇപ്പൊ പറഞ്ഞ ഡീറ്റെയിൽഡ് ആയിട്ടല്ലേ. അതെ. അപ്പം അത് കൂടാതെ ഇപ്പൊ ഈ നമ്മുടെ എഫേഷ്യൻസ് ചാപ്റ്റർ 6 വായിച്ചാല് അതിന്റെ 10ാമത്തെ വാക്യം തൊട്ട്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും. അപ്പൊ ഇവിടെ പറയുന്ന ഈ പോരാട്ടം അത് ഈ നമ്മുടെ ഈ ഫീലിംഗ് എന്നുള്ള ഇതിൽ പെടുന്ന കാര്യമല്ലല്ലോ ഇത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന പോരാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിശാചിനോടും അവന്റെ ദൂതവർഗത്തോടും നമുക്ക് പോരാട്ടമുണ്ടെന്നാണ് പറഞ്ഞത്. അവരുടെ അടുത്ത് നമുക്ക് ഫൈറ്റ് ഉണ്ട്, അതാണ് പറയുന്നത്. നമ്മുടെ ഫീലിംഗോ നമ്മുടെ കാര്യങ്ങളെ പറ്റിയല്ല, പിശാചിന്റെ അടുത്തുള്ള ഡയറക്റ്റ് ഒരു ഫൈറ്റിനെ പറ്റി, അല്ലെങ്കിൽ പിശാചിന്റെ അടുത്തും അവന്റെ വാഴ്ചകളുടെ അടുത്തും ലോകാധികളും ദുഷ്ടാത്മസേനകളുടെ അടുത്തുമുള്ള ഒരു ഫൈറ്റിനെ പറ്റി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഫൈറ്റ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ഫൈറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം പ്രാപിക്കണം, ഒന്നാമത്. 2, ഇവിടെ ഞാനിത് ഈ എഫേസ്യ ലേഖനം ഞാനിത് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു അധ്യായം തന്നെ നിങ്ങൾ യൂട്യൂബിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആത്മീയ പോരാട്ടം എന്ന് പറഞ്ഞൊരു ചാപ്റ്ററായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അതിൽ ഞാനിത് വിശദീകരിക്കുന്നുണ്ട്. എന്താണ് യേശു ക്രിസ്തു ചെയ്തത്? ഞാൻ പറഞ്ഞു, മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ഒരു ബലവാൻ അവന്റെ ആയുധവർഗങ്ങളുമായിട്ട് കോട്ട കാത്തുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ആൾക്കാരെ അവരുടെ നാർക്ക് ആരെയും വിടുവിക്കാനായിട്ട് ഒരാൾക്കും കഴിയത്തില്ല. എന്നാൽ അവനേക്കാൾ ബലവാനായവൻ വന്ന് ആ ബലവാനെ ഡിസാം ചെയ്തിട്ട് അവിടെ നിന്ന് ആൾക്കാരെ വിടുവിക്കുകയാണ്. അതാണ് ക്രൂശിൽ ചെയ്തത്. അന്നേരം പിശാചിനെ ഡിസാം ചെയ്തു, പിശാചിനെ ആയുധവർഗം വെപ്പിച്ചു, നമ്മളെ പിശാചിന്റെ അടിയിൽ നിന്ന് വിടുവിച്ചു. ഇപ്പൊ പിശാചിന് ആയുധം ഉണ്ടെന്ന് എവിടെയും പറയുന്നില്ല, എഫേസ്യ ലേഖനത്തിലും പറയുന്നില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന ആയുധം ആർക്കാണുള്ളത്? ആയുധവർഗം ഉള്ളത് ദൈവമക്കൾക്കാണുള്ളത്. പിശാചിനുള്ളത് തന്ത്രമാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവ്വായുധവർഗം. പിശാചിനെ ഡിസാം ചെയ്തു, പിശാചിനെ ആയുധവർഗം വെപ്പിച്ചു. പിശാചിന് യാതൊരു ആയുധമില്ല നമ്മളിതിരെ. നമുക്ക് ദൈവത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ആയുധങ്ങളെല്ലാം ഉണ്ട്. നമ്മളെ സ്വാതന്ത്ര്യം വരുത്തിയെന്ന് മാത്രമല്ല, ദൈവം പറഞ്ഞിരിക്കുന്ന ആയുധങ്ങളെല്ലാം ധരിച്ചുകൊണ്ട് ഈ ഡിസാംഡ് ആയിട്ടുള്ള പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാനായിട്ട് പറയുന്നത്. അതാണ് നമ്മളത് പറഞ്ഞിരിക്കുന്ന ഫൈറ്റ്. അന്നേരം നമുക്കൊരു ഡിസാംഡ് ആയിട്ടുള്ള ആയുധമില്ലാത്ത ഒരു എനിമിയെ അവന്റെ തന്ത്രങ്ങൾ കൂടി, അവന് വ്യാജത്തിൽ കൂടി വീണ്ടും മനുഷ്യനെ തെറ്റിച്ച് കളയാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് അവന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാനായിട്ട്. അതുകൊണ്ടാണ് പൗലോസ് കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, പിശാച് ഉപായത്താൽ നിങ്ങളെ ചതിച്ച് കളയുമോ എന്ന് ഭയപ്പെടുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അന്നേരം പിശാചിന് ഇപ്പോൾ തന്ത്രങ്ങളും ഉപായങ്ങളും ഒക്കെ ഇപ്പോഴും ഉണ്ട്. പിശാചിന് നമ്മളടുത്ത് ഫൈറ്റ് ചെയ്യാനായിട്ട് കഴിയും. പക്ഷെ നമുക്ക് പിശാചിനെ ജയിക്കാനായിട്ട് കഴിയും. കാരണം എന്താണ്? പിശാചിനെ ഡിസാം ചെയ്തു, നമ്മളെ പാപത്തിൽ നിന്ന് സ്വതന്ത്രരാക്കി, ദൈവത്തിന്റെ ആയുധവർഗം നമ്മൾക്ക് തന്നു. ഈ ആയുധവർഗത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മുമ്പോട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് കഴിയും. ആ ഫൈറ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ചോദിക്കുന്ന പോലെ നമ്മളുടെ അനുചിത ജീവിതത്തിൽ നമ്മൾ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്ന, കർത്താവിന്റെ ഇഷ്ടം ചെയ്യുമ്പോഴാണ് നമ്മൾ പിശാചിന്റെ അടുത്ത് യഥാർത്ഥത്തിൽ ഫൈറ്റ് ചെയ്ത് ജയിക്കുന്നത്. അപ്പൊ ബ്രദറെ, ഈ 2 തരത്തിലുള്ള കാര്യം, ഒന്ന് നമ്മുടെ ഫീലിംഗിൽ കൂടെ ഉണ്ടാകുന്ന, കാരണം നമ്മൾ കഴിഞ്ഞ കാലത്ത് പാപത്തിൽ ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ആ പാപത്തിന്റെ ഫീലിംഗിൽ ഉണ്ടായിരുന്ന ഒരു സാധ്യതയും, പിന്നെ രണ്ടാമതുള്ളത് ഈ പിശാചിനോട് നമ്മളെ ഉള്ള ഒരു പോരാട്ടം എന്ന് പറയാം, ഡിസാം ചെയ്ത പിശാചിനോടുള്ള ഒരു പോരാട്ടം. അങ്ങനെ 2 തരത്തിലുള്ള കാര്യങ്ങൾ നമുക്കുണ്ടല്ലേ? 2 കാര്യങ്ങളുണ്ട്. കാരണം നമ്മളുടെ ഫീലിങ്ങുകൾ നമ്മളെ അടുത്ത് തെറ്റായിട്ടുള്ള രീതിയിൽ നമ്മളെ എന്ന് പറഞ്ഞിരിക്കും, നമ്മൾ പാപത്തിൽ സ്വതന്ത്രരല്ലെന്നും നമ്മൾ പാപത്തിന് അടിമയാണെന്നുള്ള ഫീലിംഗ് നമുക്കുണ്ടാവും. അതിനടുത്ത് നമ്മൾ ഫൈറ്റ് ചെയ്യണം. പിശാച് പല സാഹചര്യങ്ങളിൽ കൂടി നമ്മളുടെ അടുത്ത് ഫൈറ്റ് ചെയ്യും, പുറത്തുനിന്ന് ഫൈറ്റ് ചെയ്യും, പല പാപ സാഹചര്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞില്ല, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കും. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം പിന്നീട് വരുന്നതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥന, വിശ്വാസം, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം പിശാചുമായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് ക്രിസ്തീയ ജീവിതത്തിൽ ആവശ്യമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് അതിൻ്റെയൊക്കെ ഒരു സ്ഥാനം മാത്രമാണ് വിഷയം. നമ്മൾ പാപത്തിൽ നിന്ന് സ്വതന്ത്രരായി നീതിക്ക് ദാസന്മാരായിത്തീരുന്നു. അതുകൊണ്ട് നമുക്കിനി ഒന്നും ചെയ്യേണ്ട, നമുക്ക് മുമ്പോട്ട് പോകാമെന്നല്ല. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം. നമ്മൾ കർത്താവിന് വേണ്ടിയിട്ട് നിൽക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മൾ പാപസാഹചര്യങ്ങൾ ഒഴിഞ്ഞിരിക്കണം, നമ്മുടെ ദൈവവചനം വായിക്കണം,
അവിടെ പറഞ്ഞിരിക്കുന്ന വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. പിശാചിന്റെ അടുത്ത് ഫൈറ്റ് ചെയ്യുന്നത് ദൈവത്തിന്റെ വാളുകൊണ്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. അതെ അതെ ആ രീതിയിൽ നമ്മൾ പിശാചിന്റെ അടുത്ത് തുടർന്ന് നമുക്ക് ഫൈറ്റ് ഉണ്ട്. എന്നാൽ നമ്മൾ അതേ പറഞ്ഞു, ഈ നമ്മൾ പഴയ നിയമം വായിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ മക്കളെ ഫറവോന്റെ അടുത്തു നിന്ന് ദൈവമാണ് വിടുവിച്ചത്. അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, ദൈവത്തിന്റെ കൈ കൊണ്ടാണ് വിടുവിച്ചത്. എന്നാൽ കനാലിൽ അവർക്ക് ഫൈറ്റ് ഉണ്ടായിരുന്നു. കനാലിൽ അവർക്ക് അങ്ങ് പെട്ടെന്ന് ചുമ്മാ അതങ്ങ് കയറി പോകലായിരുന്നു. കനാലിൽ അവരെ എല്ലാം ദൈവം ഒന്നും കൊന്നു കൊടുത്തില്ല. കനാനിനെയും ദൈവം അവരെ കൊന്നു കൊടുത്തില്ല. ദൈവം അവരോട് കൂടെ നിന്ന് അവർ ഫൈറ്റ് ചെയ്തിട്ടാണ് കനാനിനെ ജയിച്ചത്. അതുപോലെ പിശാചിന്റെ അടുത്ത് നമുക്ക് ഫൈറ്റ് ഉണ്ട്, ഇവിടെ ജഡത്തിന്റെ അടുത്ത് നമുക്ക് ഫൈറ്റ് ഉണ്ട്. അതെല്ലാം നമുക്കുണ്ട്. അതില്ല എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. പക്ഷെ അതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ സ്വാതന്ത്ര്യം വരുത്തി എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഫൈറ്റ് ചെയ്യാൻ തന്നെ കഴിയുന്നത്. അതിന്റെ ഓർഡറാണ് ഞാൻ പറഞ്ഞത്. ശരി, താങ്ക് യു ബ്രദർ, നല്ല ക്ലാരിറ്റി ഉണ്ട്. ബ്രദറെ, Yeah. ഇപ്പം ഈ ഫൈറ്റ് എന്ന് പറയുമ്പോൾ ഈ ഫൈറ്റ് ആണല്ലോ മെയിൻ ആയിട്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഗ്രോത്തിനെ ഇത് ചെയ്യുന്നത് അല്ലെ, വളർച്ചയെ എന്താ പറയുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെ. Correct. അതെ, ഈ ഫൈറ്റിലാണല്ലോ നമ്മളുടെ കൃപ നമ്മളുടെ മേൽ വ്യാപരിക്കുന്നതും ആത്മീയ ജീവിതത്തിൽ നമ്മൾ വളർന്നു കയറുന്നു. അപ്പൊ ഈ അതെ. ഫൈറ്റിന്റെ ആ മൊമെന്റില് നമ്മൾക്ക് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾക്ക് വിവേചിച്ച് തരുന്നത് എങ്ങനെയാ? മീൻസ് അത് പരിശുദ്ധാത്മാവിന്റെ ശബ്ദമാണ്. പക്ഷെ ചില സമയത്ത് നമ്മളൊന്നും ഓർക്കാറില്ല. ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അയ്യോ ദൈവമേ ഇങ്ങനെയല്ലായിരുന്നു, അങ്ങനായിരുന്നു റെസ്പോണ്ട് ചെയ്യേണ്ടത് എന്ന് നമ്മൾ അങ്ങനെ ഒരു പരാജയം നമ്മുടെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതാ ചോദിക്കും, ഇത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെയല്ലായിരുന്നു, ഇങ്ങനെയായിരുന്നു വേണ്ടത്. ഒരു അവിശ്വാസിയുമായിട്ടുള്ള ഡീലിങ്സിൽ വരുന്നത് അവിടെ നമുക്ക് എങ്ങനെ നമുക്ക് ആ ഗ്രോത്തിനെ നമ്മൾക്ക് ആ ഒരു വിവേചന ശക്തി പരിശുദ്ധാത്മാവ് തക്ക സമയത്ത് നമ്മൾക്ക് തരാനായിട്ട് നമ്മൾ എങ്ങനെ ചെയ്യണം? ഓക്കെ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ക്രിസ്തീയ ജീവിതത്തിന്റെ ഇതിനെ ബൈബിൾ പഠിപ്പിക്കുന്ന പ്രാക്ടീസിങ് റൈച്ചസ്നെസ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. നേരെ നമ്മളിത് നടക്കാൻ പ്രാക്ടീസ് ചെയ്യുന്ന പോലെയാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞത്. നടക്കാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞ് നടക്കാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആ കുഞ്ഞ് വീഴും എഴുന്നേൽക്കും, വീഴും എഴുന്നേൽക്കും. എന്നാൽ ഈ രീതിയിൽ നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നടത്തപ്പെടുമ്പോൾ തന്നെ, വീണ്ടും ജനിച്ച വ്യക്തികൾ നടത്തപ്പെടുമ്പോൾ തന്നെ ആ വ്യക്തികൾക്ക് വീഴാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ വ്യക്തമായിട്ടുണ്ട്. അതില്ല എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാൻ പറഞ്ഞിരിക്കുന്ന, കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഞാൻ ഇത് എഴുതുന്നു, പാപം ചെയ്തു എങ്കിലോ എന്ന് പറഞ്ഞിരിക്കും. എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമത്തെ കാര്യം, നമ്മൾക്കൊരു വീഴ്ച പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി എബ്രാഹിം പറഞ്ഞിരിക്കുന്ന വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായി യേശുവിനെ നോക്കുക. അതായത് കർത്താവിനെ നോക്കിക്കൊണ്ട് നമ്മൾ എഴുന്നേറ്റ് നമ്മൾ റിപ്പന്റ് ചെയ്തിട്ട് നമ്മൾ ആ കണ്ടംനേഷനിൽ കിടക്കാതെ നമ്മൾ സ്വയമായിട്ട് നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മളെ തന്നെ കണ്ടം ചെയ്ത് ഞാനൊരു പാപിയാണ്, ഞാൻ പാപത്തിന്റെ അടിമയാണ് എന്നുള്ള ഈ രീതിയിലേക്ക് പോകാതെ എഴുന്നേറ്റ് കർത്താവിനെ നോക്കിക്കൊണ്ട് ഓടുക എന്നുള്ളതാണ് ഒന്നാമത് ചെയ്യേണ്ടത്. രണ്ടാമത്, നമ്മുടെ മൈൻഡ് റിന്യൂ ചെയ്യപ്പെടുകയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ കൂടി വർക്ക് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ഒരു സാഹചര്യത്തിൽ വരുമ്പോൾ കർത്താവ് അതിനുള്ള കൃപ നമുക്ക് തരും, അടുത്ത സാഹചര്യത്തിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള. അതായത് ഇതൊരു പ്രാക്ടീസാണ്, ഇതൊരു ഗ്രാജുവൽ ആയിട്ടുള്ള ഗ്രോത്ത് ആണ്, അല്ലാതെ ഇമ്മീഡിയറ്റ്ലി സംഭവിക്കുന്നതല്ല. അതുകൊണ്ടാണ് കൊരിന്ത്യർ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായിട്ട് രൂപാന്തരപ്പെടുന്നു പറഞ്ഞിരിക്കുന്നത്. ഇതിൽ എബ്രായ ലേഖനത്തിൽ ഒരു വാക്യം ഞാൻ വായിക്കാം. അതിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ കൃപയെ പറ്റി പറയുമ്പോൾ പറയുന്നത്, യേശുക്രിസ്തു നമുക്ക് തുല്യമായിട്ട് പരീക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പറയാണ്, നമുക്കുള്ള മഹാപുരോഹിതൻ, എബ്രായ ലേഖനം 4:15, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിപ്പാൻ കഴിയാത്തില്ല. ഇവിടെ ബലഹീനത എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് പാപം എന്നുള്ള കാര്യം തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കോണ്ടെക്സ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. എന്നിട്ട് പറയാണ്, പാപം ഒഴികെ സകലത്തിൽ, ആ ട്രാൻസ്ലേഷൻ അത്ര കറക്റ്റ് അല്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് സകലത്തും നമുക്ക് തുല്യമായിട്ട് പരീക്ഷിക്കപ്പെട്ടുള്ളൂ. ഹി വാസ് വിത്തൗട്ട് സിൻ എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. വൺ ഹു ഹാസ് ടെംപ്റ്റഡ് ഇൻ ഓൾ തിങ്സ് ആസ് വി ആർ യെറ്റ് വിത്തൗട്ട് സിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവനിൽ പാപമില്ലായിരുന്നു, അവൻ നമുക്ക് തുല്യം പരീക്ഷിക്കപ്പെട്ടു. എന്നിട്ട് പറയാണ്, അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു നമുക്ക് തുല്യം പരീക്ഷിക്കപ്പെട്ടതുകൊണ്ട് നമ്മുടെ ഈ പാപത്തിന്റെ ഈ സാഹചര്യങ്ങളെ ഡയറക്ട്ലി യേശു ക്രിസ്തു ഫേസ് ചെയ്തതുകൊണ്ട്, യേശു ക്രിസ്തു ജയിച്ചതുകൊണ്ട് നമുക്ക് കരുണ ലഭിക്കാൻ തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ വായിക്കാനുണ്ട്. അന്നേരം കരുണ എന്ന് പറഞ്ഞാൽ എന്തിനാണ്? കരുണ സാധാരണ നമുക്ക് എന്തിനാ വേണ്ടത്? പാപം ചെയ്യുന്നതിന് മുമ്പാണോ കരുണ വേണ്ടത്? പാപം ചെയ്തതിന് ശേഷമാണോ കരുണ വേണ്ടത്? പാപം ചെയ്തതിന് ശേഷം. പാപം ചെയ്തതിന് ശേഷമാണ് കരുണ വേണ്ടത്. അന്നേരം നമുക്കൊരു പാപം ചെയ്തെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? നമ്മൾക്ക് ഇമ്മീഡിയറ്റ്ലി അവിടെ പറഞ്ഞിരിക്കുന്ന ധൈര്യത്തോടെ കൃപാസനത്തിനോട് അടുത്ത്. അന്നേരം ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതത്തിൽ പാപം സംഭവിച്ചാൽ
അവൻ പേടിച്ചല്ല ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെല്ലുന്നത്, ധൈര്യത്തോടെ കൃപാസനത്തിൽ നിന്നിട്ട് കർത്താവിനടുത്ത് കരുണയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ കർത്താവ് ആ കരുണ കാണിക്കുകയാണ്, അവൻ്റെ അടുത്ത് കരുണ കാണിക്കുക. എന്നാൽ അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് തക്ക സമയത്തുള്ള കൃപ പ്രാപിക്കാൻ. ഈ തക്ക സമയത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് അവിടെ ഫൈൻഡിങ് ഗ്രേസ് ഇൻ ദ ടൈം ഓഫ് നീഡ് എന്നുള്ളതാണ്. അതായത് നമ്മളൊരു രക്ഷിക്കപ്പെട്ട പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചെങ്കിൽ പോലും നമുക്ക് സ്വയമായിട്ട് നിൽക്കാൻ ശക്തിയില്ലാത്ത ഒരു ബലഹീനരാണ് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും കർത്താവിൽ ഡിപ്പെൻഡ് ആയിരിക്കും. അതായത് നമ്മളങ്ങനെ ഈ ക്രിസ്ത്യ ജീവിതത്തിൽ ആ രീതിയിൽ നമ്മൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കരുണയ്ക്ക് വേണ്ടിയിട്ട് പോകുന്നു. എന്നാൽ അടുത്തൊരു പാപ സാഹചര്യം വരുമ്പോൾ നമ്മൾ കർത്താവിൽ ഇമ്മീഡിയറ്റ്ലി ആശ്രയിക്കുകയും കർത്താവ് പാപം ചെയ്യാതെ നിൽക്കാനായിട്ടുള്ള കൃപ നമുക്ക് തരികയും ചെയ്യും. അന്നേരം നമുക്ക് ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ നമ്മൾ വീണെങ്കിൽ നമുക്കറിയാം ആ ഒരു കാര്യത്തിൽ നമ്മൾ വീക്കാണെന്നുള്ളത്. ഇപ്പം അവിശ്വാസികളുടെ ബന്ധത്തിലാണെങ്കിലും മറ്റുള്ളവരുടെ ബന്ധത്തിലാണ്. അന്നേരം ആ സാഹചര്യത്തിൽ നമ്മൾ കർത്താവിനോട് ചേർന്ന് നടക്കുകയാണെങ്കിൽ കർത്താവ് ആ പെർട്ടിക്കുലർ പോയിന്റിൽ നമുക്കുള്ള കൃപ തരും. കൃപ തരുമ്പോൾ നമുക്ക് വീഴാതെ ആ പാപത്തെ ഫൈറ്റ് ചെയ്തിട്ട് ജയിക്കാനായിട്ട് കഴിയും. അതിന് കൃപ എന്ന് പറയുന്നത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്, കരുണ എന്നുള്ളത് വീണ് കഴിഞ്ഞിട്ടുള്ളതാണ്. അതായത് നമുക്ക് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടിയിട്ട് ചോദിക്കുക, കർത്താവിലേക്ക് നോക്കുക, നമ്മൾ റിപ്പൻറ്റ് ചെയ്യുക, നമ്മൾ മുമ്പോട്ട് ഓടുക. അടുത്തൊരു സാഹചര്യത്തിൽ വരുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ അടുത്ത് നമ്മൾ അന്നേരം ഒരു പ്രാർത്ഥിക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ശരിക്കും നമ്മളൊരു കർത്താവിൽ ഒരു ഡിപ്പെൻഡൻ്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി കർത്താവെ സഹായിക്കണമെന്നുള്ളൊരു കാര്യം, ആ ഒരു തോട്ട് വരും. അന്നേരം കർത്താവ് നമ്മളുടെ ഓട്ടോമാറ്റിക്കലി നമ്മളെ സഹായിക്കും. അന്നേരം അതിന് മുമ്പ് നമ്മളൊരു പ്രാർത്ഥിച്ച് ദൈവ വിടുതൽ പ്രാപിക്കണമെന്ന് നിർബന്ധമില്ല, അതിനുള്ള അവസരം ഉണ്ടായെന്ന് വരത്തില്ല. പക്ഷെ നമ്മൾ കർത്താവ് ബലഹീനായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണെങ്കിൽ ആ കറക്റ്റ് ടൈമിൽ കർത്താവ് ആ ഗ്രേസ് അങ്ങ് തരും. ആ ഗ്രേസ് തരുമ്പോൾ നമുക്ക് ആ പാപം ചെയ്യാതെ കടന്നു പോകാനായിട്ട് കഴിയും. അതൊരു പ്രാക്ടീസ് ആണ്. ഓക്കെ, പെട്ടെന്ന് നമ്മളുടെ ഇപ്പം ജോലിയുടെ സ്ട്രെസ്സിന്റെ ഇടയിൽ പെട്ടെന്ന് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുള്ളത് നമുക്ക് കിട്ടത്തില്ല. അപ്പൊ നമ്മൾ ആ ഒരു മാനുഷികമായിട്ടുള്ള ആ ഒരു രീതിയിൽ അങ്ങ് പോകും. അപ്പൊ ആ പെട്ടെന്ന് ആ സ്ട്രെസ്സിന്റെ നടുവിൽ ഇല്ല, ഇവിടെ കർത്താവ് എങ്ങനെ ആഗ്രഹിക്കുന്നു അതുപോലെ ആ പ്രശ്നം ഡീൽ ചെയ്യാനായിട്ടുള്ളത് ഓർമ്മ വരുന്നില്ല. അതാണ് ശരിക്കും, അത് നമ്മുടെ ഇതിൽ വരുന്നില്ല. അത് ചിലപ്പോൾ കൃപയുടെ കുറവുകൊണ്ടായിരിക്കും അല്ലേ? അതെ. അന്നേരം അത് നമ്മൾ ദൈവത്തിൽ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കർത്താവ് തരും. ആ പെർട്ടിക്കുലർ പോയിന്റിൽ തന്നെ നമ്മളെ നിലനിർത്തിക്കൊണ്ട് കർത്താവിന് പോകാനായിട്ട് കഴിയും. പക്ഷെ നമുക്ക് നിലനിന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടം ആവരുതെന്നാണ് ഞാൻ പറഞ്ഞത്. അതൊരു പിശാചിന്റെ ഒരു തന്ത്രമാണ്. നമ്മൾ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ തന്നെ കണ്ടം ചെയ്ത് നമ്മൾ ഒരു അരിഷ്ടനാണ് എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് തിരിച്ചു വരികയും പാപക്ഷമ പ്രാപിക്കുകയും ചെയ്യുക എന്നുള്ളത്. അന്നേരം പക്ഷെ അടുത്ത പോയിന്റിൽ കർത്താവ് നമ്മളെ ചിലപ്പോൾ നമ്മൾക്ക് തന്നെ അറിയാതെ നമ്മൾ എങ്ങനെയാണ് ആ പാപ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകും. അന്നേരം നമുക്കറിയാവുന്ന ദൈവത്തിന്റെ കൃപ നമ്മളോട് കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ ആ രീതിയിൽ റെസ്പോണ്ട് ചെയ്തില്ല, ആ രീതിയിൽ നമ്മൾ പ്രതികരിച്ചില്ല. കർത്താവിന്റെ ഗ്രേസിൽ കൂടി നമ്മളെ കർത്താവ് നടത്തി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഓക്കെ ബ്രദർ, താങ്ക് യു.